Hi, Tina Benjamin. Since we honor Gregorian calendar, we can celebrate New Year. നമ്മൾ ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിക്കുന്നുണ്ടല്ലോ. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ചാണ് നമ്മൾ ക്രിസ്മസ് ആഘോഷിച്ചു. ഹായ് ഫിലിപ്പച്ചൻ, ഹാപ്പി ന്യൂ ഇയർ. ഈ ഹാപ്പി ന്യൂ ഇയർ എന്ന് പറയുമ്പോൾ ഒരു പൊള്ളയായ ഇതാണ്. കാരണം എന്തോ ഒരു ശൂന്യത പോലെയാണ്. ബ്ലസ്സഡ് ന്യൂ ഇയർ, അത് നമ്മൾ വിശ്വാസികൾ പറയേണ്ടേ. ഹാപ്പിനെസ് മാത്രമല്ല ലൈഫിൽ, ബ്ലെസ്സിങ്. അപ്പോൾ അതൊരു ഫുൾനെസ് ആണ്. So let us wish each other a blessed new year. It's a very blessed new year. എപ്പോഴും ഹാപ്പിനെസ് മാത്രമായിട്ട്, ഹാപ്പി എന്ന് പറഞ്ഞാൽ അതൊരു പൊള്ളയാണ്. ഹാപ്പിനെസ് ഒരു പക്ഷേ അതൊരു ഹോളോനെസ് ആയി മാറും. നിങ്ങൾ വിഷ് ചെയ്യുമ്പോഴും ഒരു ബ്ലസ്സഡ് ന്യൂ ഇയർ ഒരു ഹോളിസ്റ്റിക് ബ്ലെസ്സിങ് ആയിട്ട് പോട്ടെ. ഒരു സമ്പൂർണ്ണ അനുഗ്രഹം, സമഗ്ര അനുഗ്രഹം ഉണ്ടാകട്ടെ. ആ അനുഗ്രഹത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഹാപ്പിനെസ്. ഹാപ്പിനെസ്സും ജോയിയുമായിട്ടും വ്യത്യാസമുണ്ട്. ഈ വർഷം നാം പറഞ്ഞതിൻ്റെ സാരം എന്തെന്ന് ചോദിച്ചാൽ ബ്ലസ്സഡ് ന്യൂ ഇയർ. നമ്മൾ വിഷ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വേണം. ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കൊച്ചു പിള്ളേർ അവരെ കളിപ്പാട്ടത്തെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ ഒരു നിലവാരത്തിലുള്ള ആശംസയാണ് ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പിനെസ് അല്ല, ലൈഫിൻ്റെ എല്ലാ മേഖലകളിലുള്ള ഒരു അനുഗ്രഹമാണ് നമ്മൾ ആശംസിക്കേണ്ടത്. നമ്മൾ പഴയ നിമിത്തി കാണുന്നു, പുതിയ നിമിത്തി കാണുന്നു, എല്ലാം അങ്ങനെയാണ്. യഹോവയായ കർത്താവ് തിരുമുഖം നിന്റെ മേൽ പ്രകാശിപ്പിക്കുമാറാകട്ടെ. നമ്മൾ അനുഗ്രഹം അതിൻ്റെ ഒരു ഫുൾനെസ്സിലാണ്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. അപ്പം എല്ലാവരും എല്ലാ മേഖലകളിലേക്കുള്ളൊരു ഫുൾനെസ്. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളുടെ ആത്മാവിനെയും ദേഹത്തെയും അശേഷം വിശുദ്ധീകരിക്കുമാറാകട്ടെ. അപ്പോൾ പൂർണ്ണ തലത്തിലുള്ള ഒരു അനുഗ്രഹം നമുക്ക് ആശംസിക്കാം. ഈ വർഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമായിരുന്നു. നമ്മൾ ധാരാളം കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചു. നിങ്ങൾ എനിക്ക് ഒരുപാട് സപ്പോർട്ട് തന്നു, അതിന് വളരെ താങ്ക്സ്. നമ്മളിത് പറയാൻ ഉള്ള കാര്യങ്ങൾ പറയാതിരിക്കും. ഈ വർഷം ഒരുപാട് റിക്വസ്റ്റുകൾ എനിക്കുണ്ടായിരുന്നു, ഒരുപാട് വിഷയങ്ങൾ. അതിൽ പലതും പറയാൻ പറ്റിയിട്ടില്ല. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയത് ഇപ്പോഴും മെസ്സേജിൽ ആളുകൾ ചോദിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് കിട്ടിയൊരു വിഷയമാണ്. കാരണം അത് ഒത്തിരി പേർക്ക് മുറിവുണ്ടാകുന്ന ഓർത്താണ് അത് പറയാതിരുന്നത്. ഇപ്പം നിങ്ങൾ ഓർക്കും മുറിവുണ്ടെന്ന് ഓർത്ത് ഞാൻ പറയാതിരിക്കുമോ? ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ചോദ്യം മദ്യപാനത്തെക്കുറിച്ചാണ്. ഒരു വിശ്വാസിക്ക് മദ്യം കഴിക്കാമോ? ഇതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ വർഷം ചോദിക്കപ്പെട്ട ചോദ്യം. ഒരു സഭയുടെ, ഒരു പെന്തക്കോസ് സഭയുടെ സെക്രട്ടറി എന്നെ വിളിച്ച് ചോദിച്ചു, നേരിട്ട് ചോദിച്ചാണ്. അവരുടെ വർഷിപ്പ് ലീഡർ ഒരു വിവാഹത്തിന് പോയി മദ്യം കഴിച്ചായിട്ട് അറിഞ്ഞു. എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത്? വളരെ സ്വകാര്യ സ്വഭാവത്തോടു കൂടിയുള്ളൊരു ഫോൺ കോളായിരുന്നു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇദ്ദേഹം ഇൻടോക്സിക്കേറ്റഡ് ആയിട്ട് ബോധമില്ലാതെ വന്ന് പള്ളി പാടുവോ? അല്ല, അങ്ങനെയൊന്നുമില്ല, വളരെ ഡീസൻ്റ്. അപ്പം വളരെ രഹസ്യത്തിൽ കിട്ടിയ വിവരമാണ്. അപ്പം നമ്മുടെ ആളുകൾ എത്രമാത്രം രഹസ്യാന്വേഷണ തൽപരരാണെന്നുള്ളതാണ്. വേറെ 2 സഭകളിൽ നിന്നും സമാനമായ ചോദ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒന്ന്, അവരുടെ കമ്മിറ്റിയിലുള്ള ഒരാൾ പതിവായി മദ്യപിക്കുന്നു. പിന്നെ കിട്ടിയത് കൂടുതലും സഹോദരിമാരാണ്, ഭർത്താക്കന്മാരുടെ മദ്യപാനത്തെ പറ്റി. അപ്പം ഞാനിത് ഗൗരവമായിട്ട് എടുക്കുന്നത്, ഒരു കാലഘട്ടത്തിൽ പെന്തക്കോസ്തു വിശ്വാസികളുടെ ഇടയിൽ മദ്യപാനം എന്ന് പറഞ്ഞാൽ അതൊരു വിഷയമല്ലായിരുന്നു. കാരണം ആരും തന്നെ മദ്യപിക്കാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് മദ്യപാനം ഒരു വിഷയമാണ്. ധാരാളം ആളുകൾ അതേക്കുറിച്ച് ചോദിക്കുന്നു. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ പുതിയ തൊഴിൽ സംസ്കാരം വന്നപ്പോൾ ചെറുപ്പക്കാരൊക്കെ മദ്യപിക്കുന്നവരും പാർട്ടിങ്ങിന് പോകുന്നവരും. അപ്പോൾ അതേക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ധാരാളമായിട്ട് ഉയരുന്നുണ്ട്. എന്നാൽ
പരസ്യമായിട്ട് ചോദിക്കാനോ പരസ്യമായിട്ട് ചർച്ച ചെയ്യുവാനോ അതേക്കുറിച്ച് പരസ്യമായി പ്രതികരിക്കാനോ പറയുവാനോ ആളുകൾ വിമുഖരാണ്, പാസ്റ്റർമാരും വിശ്വാസികളും. എന്നാൽ രഹസ്യത്തിൽ മദ്യപിക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലാണ് ഈ സമൂഹത്തിൽ നിന്നുള്ളത് ഒരു യാഥാർത്ഥ്യവുമാണ്. അപ്പം ഞാൻ ഈ മദ്യത്തെക്കുറിച്ച് പറയുമ്പോൾ, മദ്യപാനത്തെക്കുറിച്ച് എന്നോട് ധാരാളം ആളുകൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഞാൻ വിശ്വാസികളുടെ മദ്യപാനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ പെന്തക്കോസ്തുകാരുടെ മാത്രം മദ്യപാനത്തെക്കുറിച്ചോ അല്ല പറയുന്നത്. മദ്യത്തെക്കുറിച്ച് ദൈവത്തിന്റെ സ്റ്റാൻഡ് എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെ ഹൈന്ദവർക്കോ അല്ലെങ്കിൽ അക്രൈസ്തവർക്ക് പോലും അറിയാവുന്ന ഒരു ബൈബിൾ വാക്യമുണ്ട്. ആ ബൈബിൾ വാക്യം കേരളത്തിൽ പല സ്ഥലത്തും മതിലിന്മേൽ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ കേരളത്തിൽ കൂടെ സഞ്ചരിച്ചാൽ ആ വാക്യം ഒരു പ്രാവശ്യമെങ്കിലും വായിക്കാതെ പോകാൻ പറ്റത്തില്ല. അതിതാണ് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അത് പെന്തക്കോസ്തരും എഴുതി വെക്കാറുണ്ട്, കത്തോലിക്കർ തങ്ങളുടെ പള്ളികളുടെ മതിലിൽ എഴുതി വെക്കാറുണ്ട്. അതുകൊണ്ട് ആ വാക്യം വളരെ പോപ്പുലറാണ്. എല്ലാവരും പറയുന്നതാണ് മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അപ്പൊ ആ ഒരു വാക്യത്തിന്റെ ദുരുപയോഗം, അബ്യൂസ് ഓഫ് എ ബൈബിൾ വേഴ്സ്, ഒരു ബൈബിൾ വാക്യത്തിന്റെ ദുരുപയോഗം എങ്ങനെ ഒരു ജനതയെ മുഴുവൻ വഴിതെറ്റിക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണത്. അപ്പൊ ആ ഒരൊറ്റ വാക്യം കൊണ്ട് ബൈബിളിലെ ദൈവം മദ്യത്തിനെതിരാണ്, മദ്യം കഴിക്കുന്നവർക്കെതിരാണ് എന്നുള്ളൊരു ധാരണ പൊതുമനസ്സിൽ രൂപപ്പെടുത്തുകയാണ്. അങ്ങനെ മദ്യം കഴിക്കുന്നവരെല്ലാം ഒറ്റയടിക്ക് സഭയുടെ ശത്രുക്കൾ അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശത്രുക്കളായി മാറുകയാണ്. മദ്യം കഴിക്കുന്നവരെ യേശു വെറുക്കുന്നു, മദ്യം കഴിക്കുന്നവൻ നരകത്തിൽ പോകും. അതുകൊണ്ട് മദ്യം കഴിക്കുന്നവൻ, അപ്പോൾ ഒരു പ്രാവശ്യം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ അവൻ തന്നെ ചിന്തിക്കുകയാണ് താൻ നരകയോഗ്യനായി തീർന്നിരിക്കുന്നു. പിന്നെ ആ ഗിൽറ്റ് കോൺഷ്യസ് അവനെ വിടാതെ പിന്തുടരുകയാണ്. അപ്പൊ ധാരാളം ഫാമിലി വിഷയങ്ങൾ കഴിഞ്ഞ ഒരു 3-4 വർഷമായി വിശ്വാസികളുടെ ഇടയിൽ നിന്ന് ഒരുപാട് ചോദ്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ട് മദ്യം കഴിക്കുന്നതിനെ സംബന്ധിച്ച്. ഞാനൊരു അനുഭവ കഥ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വിഷയത്തിലോട്ട് കടക്കാം. കേരളത്തിൽ നിന്നാണ് ഒരു 3 വർഷം മുമ്പ് ഒരു ലൈസാമ എന്നെ വിളിച്ചത്. തൻ്റെ ഭർത്താവിൻ്റെ അമിതമായ മദ്യപാനം കുടുംബ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്നു. ധ്യാനം കുടിക്കാനൊക്കെ ശ്രമിച്ചു, പക്ഷെ അതൊക്കെ പരാജയപ്പെട്ടു. അപ്പൊ ആ സമയത്താണ് ആരോ എൻ്റെ ഒരു കോണ്ടാക്ട് എടുത്ത് എന്നെ വിളിച്ചിട്ട് കഥയെല്ലാം പറഞ്ഞു. അപ്പൊ ആരോ ക്ഷുദ്രം ചെയ്തുകൊണ്ടാണ് ഇതിങ്ങനെ സംഭവിച്ചത്. കാരണം നല്ല കുടുംബജീവിതമായിരുന്നു, പെട്ടെന്നാണ് ഈ മദ്യപാനം തുടങ്ങിയത്. അപ്പൊ ഇവരുടെ കുഞ്ഞിന് ഒരസുഖമുണ്ട്. ഞാൻ പിന്നെ അതെന്റെ ഭർത്താവിൻ്റെ ഒരു ജോജു എന്നാണ്, ജോജുവിനെ വിളിച്ച് സംസാരിച്ചു. പകല് സുബോധമുള്ള സമയത്ത് സംസാരിക്കാം. ഞാൻ പല പ്രാവശ്യം വിളിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി കുഞ്ഞിന്റെ അസുഖം ചികിത്സിക്കാവുന്നതാണ്, പക്ഷെ അതാണ് അദ്ദേഹത്തെ തളർത്തിയത്. ഒരു ടേണിംഗ് പോയിന്റായി മദ്യപാനത്തിലേക്ക് തിരികെയായിരുന്നു. ഒരു ആർട്ടിസ്റ്റാണ്, പടം വരയ്ക്കുന്നത്. കിട്ടുന്ന പൈസയൊക്കെ മദ്യത്തിന് ചെലവാക്കുന്നു, കുടുംബത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു കുടുംബം നരകമായ സമയത്താണ് അവരെന്നെ വിളിക്കുന്നത്. അപ്പൊ നിങ്ങളിപ്പോൾ നെറ്റി ചുളിക്കും. വളരെ വിചിത്രമായ ഒരു പരിഹാരമാണ് ഞാൻ ആ സഹോദരിയോട് പറഞ്ഞത്. ഒരു ദിവസം പകൽ ഞാൻ അവർ രണ്ടുപേരെയും വിളിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, കുറച്ച് മദ്യം വാങ്ങി വീട്ടിൽ വെക്കുക. നല്ല മദ്യം ഒരു 3-4 കുപ്പി വാങ്ങി വീട്ടിൽ വെക്കുക. ഇയാൾ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്ന് മദ്യം കഴിക്കട്ടെ. ആദ്യം അവർക്കതൊരു വലിയ വിചിത്രമായിട്ട് തോന്നി. ഞാനത് അവരെ കൺവിൻസ് ചെയ്യിച്ചു. അപ്പോൾ ഇയാള് ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് സ്വല്പം മദ്യം അയാൾക്ക് കൊടുക്കുക. അവരത് അനുസരിച്ചു. അപ്പോൾ ഞാൻ ജോജുവിനോട് പറഞ്ഞു, അത് ഇതുപോലെ ഒരു ഇയർ എൻഡിങ്ങിനോട് ചേർന്നാണ് അവരെന്നെ വിളിക്കുന്ന ആ സമയം. ഞാൻ പറഞ്ഞു, ഈ ഇയർ എൻഡിങ്ങിന്റെ സമയത്ത് നീ ബാറിപ്പോയിരുന്ന യേശു നിന്റെ അടുത്ത് നിന്നിട്ട് ചോദിക്കും, എടാ ജോജുവെ, നീ എന്താ ഇവിടെ ഇരിക്കുന്ന, ഇയർ എൻഡിങ്ങിലെ വീട്ടിൽ പോടാ എന്ന് നിന്നോട് പറയും. അപ്പോൾ വീട്ടിൽ ചെല്ലുമ്പോൾ
എങ്ങനാ അവിടെ നിനക്ക് കുടിക്കാൻ വല്ലതും വേണ്ടേ? അപ്പം അതുകൊണ്ട് അവരങ്ങനെ ഇത് മേടിച്ചു വെക്കാന്നൊക്കെ സമ്മതിച്ചു. അപ്പം ഈ മനുഷ്യൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ ചെല്ലും. അദ്ദേഹത്തിന് അല്പം മദ്യം അവർ കൊടുക്കും, ഈ ഭാര്യ തന്നെ കൊടുക്കും. വഴക്കില്ല, സാമ്പത്തിക ദുർച്ചെലവ് വളരെ കുറഞ്ഞു. കാരണം ബാറിൽ പോയി കുടിക്കുമ്പോൾ ഒത്തിരി പൈസയാവും, ചിലപ്പോൾ കൂട്ടുകൂടി കുടിക്കുമ്പോൾ അതിനേക്കാൾ പണച്ചെലവുണ്ടാകും, വഴക്കുകളുണ്ടാകും, തിരിച്ചു വരുന്ന വഴി വീണെന്നിരിക്കും, ഇല്ലാത്ത പ്രശ്നങ്ങളാണ്. സംഭവിച്ചത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിനെ വീട്ടിൽ വൈകുന്നേരം വന്നു കഴിയുമ്പോൾ ഈ കൊച്ചിനെ കളിപ്പിക്കാൻ തുടങ്ങിയത്. കൊച്ചിനെ കളിപ്പിക്കാനും അതിനെ ഓരോന്ന് ഹെൽപ്പ് ചെയ്യാനും തുടങ്ങി. അപ്പോഴാണ് അയാൾ ആ കാഴ്ച കണ്ടുപിടിച്ചത്. എനിക്ക് അസുഖമുണ്ടെന്ന് പറയുന്ന കൊച്ചിനെ വരയ്ക്കാൻ നല്ല കഴിവുണ്ട്. അപ്പോൾ ഈ കൊച്ചിൻ്റെ വരകൾ കണ്ട് ഇയാൾ സന്തോഷിച്ചു, കൊച്ചിനെ കൂടുതലായിട്ട് വരയ്ക്കാൻ പ്രേരിപ്പിച്ചു. പിന്നെ ഇയാൾ വൈകുന്നേരം വരുമ്പോൾ കൊച്ചിന് വേണ്ടിയുള്ള പ്രത്യേക ചായ കളർ പെൻസിലുകളും വരയ്ക്കാനുള്ള പേപ്പറും ഒക്കെ കൊണ്ടുവരാൻ തുടങ്ങി. ശരിക്കും പറഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ ഇയാൾ പൂർണ്ണമായും മദ്യപാനം ഉപേക്ഷിച്ചു. കാരണം മദ്യത്തെക്കാളും ലഹരിയുള്ള തൻ്റെ ആ കുടുംബത്തിൻ്റെ സന്തോഷം താൻ അനുഭവിച്ചു, കുടുംബജീവിതത്തിൻ്റെ ലഹരി. അപ്പം അയാൾ പിന്നെ എന്നെ വിളിച്ചു, എനിക്കിപ്പോൾ കുടിക്കാനേ തോന്നുന്നില്ല, അവനെ നിർത്തിയെന്ന്. അപ്പോൾ ഭാര്യ പറയും, വേണ്ടെന്ന് ചോദിക്കും, വേണ്ട. കാരണം ചിലപ്പോൾ രാത്രി ആകുന്നോളം കൊച്ചിനെ മരപ്പിച്ച് അത് വരയ്ക്കുന്നത് കണ്ട് സന്തോഷിച്ച്. അപ്പോൾ ഈ മദ്യപാനം എന്തുകൊണ്ടാണ് തിന്മയായി മാറുന്നത്? ഇപ്പൊ കേരളത്തിലെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാന മദ്യത്തിനെതിരായിട്ടാണ്. മദ്യവിരുദ്ധ റാലി, മദ്യവിരുദ്ധ ജാഥ, ഇതൊക്കെയാണ് സുവിശേഷത്തിന്റെ പേരിൽ നടക്കുന്നത്. മദ്യവിരുദ്ധ ജാഥ നടത്തുക ഏറ്റവും ശക്തമായ സുവിശേഷ പ്രവർത്തനം എന്ന പേര്, മദ്യവിരുദ്ധ റാലി. അപ്പം മദ്യമാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്നുള്ള രീതിയിലാണ് പ്രചരണം നടത്തുന്നത്. സത്യത്തിൽ അതൊരു തെറ്റായ ധാരണയാണ്. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 104 അധ്യായം, സങ്കീർത്തനങ്ങളുടെ പുസ്തകം 104 അധ്യായം അതിന്റെ 15 വാക്യത്തിൽ വായിക്കുന്നത്, അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അപ്പം ദൈവം പറയാണ്, ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും മുഖത്തെ മിനുക്കുവാൻ എണ്ണയും ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. അപ്പം മനുഷ്യന് വേണ്ടി ആഹാരം, അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണ, അവന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്, ഇത് യഹോവയായ ദൈവം ഭൂമിയിൽ നിന്ന് ഉത്ഭവിപ്പിക്കുന്നു. ഇതാണ് ബൈബിൾ പറയുന്നത്. ദൈവം മനുഷ്യന്റെ ഒരു സന്തോഷത്തിനും എതിരല്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പൊ ദൈവത്തെക്കുറിച്ചുള്ള ഒരു തെറ്റായ ധാരണകളാണ് ഈ സഭകള് ആളുകൾക്ക് കൊടുക്കുന്നത്. മനുഷ്യന്റെ സന്തോഷത്തിനെതിരെ നിൽക്കുന്ന ദൈവം, അത് വളരെ വികലമായ ഒരു ധാരണയുണ്ട്. ആ ധാരണയെ ഫാൻ ചെയ്യുകയാണ് സഭാ നേതൃത്വം ചെയ്തത്. അത് പ്രൊട്ടസ്റ്റന്റ് സഭകളായാലും കത്തോലിക്ക സഭയായാലും. മനുഷ്യന്റെ സന്തോഷത്തിനെതിരെ നിൽക്കുന്ന ഒരു ദൈവം, സന്തോഷിക്കുന്നവന്റെ കഴുത്തെ പിടിച്ച് ഞെക്കുന്ന ദൈവം, എല്ലാത്തരം സന്തോഷത്തെയും കെടുത്തുന്ന ദൈവം, അങ്ങനെ ഒരു ചിത്രമാണുള്ളത്. അതുകൊണ്ട് സംഗീതം, സുകുമാര കലകൾ, ശില്പ ചിത്ര വിദ്യകൾ, ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ദൈവം. അപ്പോൾ പടം വരയ്ക്കാൻ പാടില്ല, ശില്പം ഉണ്ടാക്കാൻ പാടില്ല, സംഗീതം കേൾക്കാൻ പാടില്ല, നൃത്തം കാണാൻ പാടില്ല, അങ്ങനെ യാതൊരുവിധ സന്തോഷവും പാടില്ല. അപ്പൊ ഞാൻ പലപ്പോഴും പറയും, അതൊരു ഇസ്ലാമിക് ഇൻഫ്ലുവൻസ് ആണ്. മദ്യത്തിനെതിരായിട്ട് ഉള്ള പ്രചരണം. ഇപ്പൊ നിങ്ങൾക്ക് ബൈബിൾ വാക്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ പൊങ്ങി വരുന്നുണ്ടെന്ന് എനിക്കറിയാം. അപ്പൊ നമ്മൾ ആ ബൈബിൾ വാക്യങ്ങളെയാണ് പരിശോധിക്കുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നീ ദൈവത്തിന്റെ പൊന്നോമനയാണ്.
ഈ വർഷത്തിന്റെ അവസാന മിനിറ്റുകളിൽ പിന്നെയും മനസ്സിന്റെ അകത്ത് രജിസ്റ്റർ ചെയ്യുക. യു ആർ ദ പ്രഷ്യസ് വൺ ഓഫ് ഗോഡ്. ദൈവത്തിന്റെ ഏറ്റവും വിലപ്പെട്ട നിധിയാണ് നീ ദൈവത്തിന്റെ ഓമന കുട്ടനാണ്. അങ്ങനെ തന്നെയാണ് ബൈബിൾ വിളിക്കുന്നത്. എഫ്രായിം, നീ എന്റെ വാത്സല്യ പുത്രനല്ലേ, നീ എന്റെ ഓമന കുട്ടനല്ലേ. അപ്പം ഹൃദയം നിരാശ കൊണ്ട് നിറഞ്ഞ് ഇപ്പം ഈ സമയത്ത് മദ്യപിച്ചിട്ടുള്ളവരുണ്ടായിരിക്കാം, ഒരു പെക്കോ എല്ലാം കഴിച്ചു, അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു. ദൈവത്തിൽ നിന്ന് അകന്നു, ദൈവരാജ്യത്തിൽ നിന്ന് അന്യപ്പെട്ടു. ഒരു 8 മാസം മുമ്പാണ് ഒരു ചെറുപ്പക്കാരൻ എന്നെ വിളിച്ചത്. പള്ളിയിൽ പോകുന്നില്ല, വിശ്വാസിയാണ്, പള്ളിയിൽ പോകുന്നില്ല, കാരണം ഇടയ്ക്ക് മദ്യം കഴിക്കും, ബാച്ചിലറാണ്, ഭയങ്കര കുറ്റബോധമാണ്. ഇപ്പം സഭയിലെ പാസ്റ്ററോട് പറയാൻ കഴിയത്തില്ല. അപ്പം അങ്ങനെയാണ് എന്നെ ഓൺലൈനിൽ കാണുന്നത്. എന്നെ വിളിച്ചു, അപ്പം നീ മദ്യം കഴിക്കും. അപ്പം പാസ്റ്റർ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിനക്ക് കഴിക്കാം. അപ്പം മദ്യപാനി ദൈവരാജ്യത്തിൽ, ഞാൻ പറഞ്ഞു തൽക്കാലം ഞാനത് ബന്ധിച്ചിരിക്കുകയാണ്, നീ മദ്യപാനി ദൈവരാജ്യത്തിൽ പോകുന്നില്ല, നീ കഴിക്കും. അപ്പം നീ ശനിയാഴ്ച മദ്യം കഴിച്ചു, അപ്പം നിനക്ക് കുറ്റബോധമാണ്. ആ കുറ്റബോധം കാരണം പിന്നെ പള്ളിയിൽ പോകുന്നില്ല. ഞാൻ പറഞ്ഞു അതല്ല, ദൈവം നിന്റെ സന്തോഷത്തിൽ സന്തോഷിക്കുന്നു. നീ മദ്യം കഴിച്ചാലും നീ ആരാധനയ്ക്ക് പോവുക. അപ്പൊ ഈ മദ്യം കഴിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇവൻ തികച്ചും ദൈവരാജ്യത്തിൽ നിന്ന് അകന്നവനും ദൈവത്തിന്റെ ശത്രുവുമായെന്നുള്ള ചിത്രം കൊടുക്കുന്നത് കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു പക്ഷേ ഒരു പാർട്ടിയിൽ പോയതായിരിക്കാം, അല്ലെങ്കിൽ കൂട്ടുകാരുടെ പ്രേരണയ്ക്ക് ഒരു പെഗ് കഴിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അവൻ തന്നെ ഒരു അല്പം മദ്യം കഴിച്ചു കാണും. ഇതോടുകൂടെ എന്തോ ഒരു വിശുദ്ധി ഇങ്ങനെ കാത്തു സൂക്ഷിക്കുകയാണ്. ഈ ഒരു പെഗ് മദ്യം കഴിച്ചുകൊണ്ട് അവന്റെ ആ വിശുദ്ധി പോയി, ദൈവസന്നിധിയിലെ ക്വാളിഫിക്കേഷൻ പോയി, ദൈവസന്നിധിയിലെ ആക്സസ് പോയി. അങ്ങനെ ഒരു ചിന്ത വരുന്നത് കൊണ്ട് അവൻ പിന്നെ സ്വയം പറയും, അവന്റെ അകത്ത് വരികയാണ്, ഓ ഐ ആം നോട്ട് എലിജിബിൾ, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ കഴിയത്തില്ല, കാരണം വിശുദ്ധന്മാരുടെ സംഘമാണ് അവിടെ. അപ്പൊ ഈ ധാരണ അനേകരെ സഭയിൽ നിന്ന് അകറ്റുകയാണ്, ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണ്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകറ്റുകയാണ്, ആരാധനയിൽ നിന്ന് അകറ്റുകയാണ്. അപ്പൊ ആ തെറ്റായ പ്രചരണം നമ്മൾ അവസാനിപ്പിക്കണം. മദ്യം കഴിക്കുന്ന ശീലമുള്ളവർ അല്ലെങ്കിൽ മദ്യം കഴിച്ചു പോയിട്ടുള്ളവർ, അവർ ഒരു കാരണവശാലും ദൈവത്തിൽ നിന്ന് അകലെയുള്ളവരല്ല. അവർക്ക് ആരാധനയ്ക്ക് വരാൻ കഴിയണം, അവർ ആ കൂട്ടായ്മയിൽ ഉൾപ്പെടണം. എങ്കിൽ മാത്രമേ അവർക്ക് ആ ദൈവ സന്തോഷത്തിലും ദൈവ ജീവനിലും നിലനിൽക്കാൻ കഴിയത്തുള്ളൂ. ഇത് അവരെന്തോ കൊടും ക്രിമിനലാണെന്നും ഒരിക്കലും ക്ഷമ കിട്ടാത്ത പാപത്തിന്, അതായത് നരകത്തിന് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു സിന്നായിട്ടാണ് മദ്യപാനത്തെ ചിത്രീകരിച്ചിരിക്കുന്നത്. മദ്യം കഴിച്ചുപോയി എന്നതുകൊണ്ട് അവൻ നരകത്തിന് ഗ്യാരണ്ടി ആയിട്ടുള്ള ഒരു പാപം ചെയ്തിരിക്കുന്നു. കാരണം വാക്യമുണ്ട്, മദ്യപാനി ദൈവരാജ്യം അവകാശമാക്കുകയല്ല. ആ വാക്യം വളരെ തെറ്റായി നമ്മൾ ഗ്രഹിച്ചിരിക്കുകയാണ്. അപ്പം എവിടെയാണ് ഈ മദ്യപാനം പാപമാകുന്നത്? യോഹന്നാന്റെ സ്നാപയോഹന്നാനെ കുറിച്ച് നമുക്കറിയാം, നാസീർ വ്രതക്കാരനാണ്. നമ്മൾ നിയമാവർത്തനത്തിന്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ നാസീർ വ്രതക്കാരൻ മദ്യം കഴിക്കരുത്, ദൈവാലയത്തിൽ ശുശ്രൂഷിക്കാൻ കയറുന്നവൻ മദ്യം കഴിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നാസീർ വ്രതക്കാരൻ വീഞ്ഞു കുടിക്കാൻ പാടില്ല. അപ്പം ലൂക്കോസ് വിശേഷം 7-ാം അധ്യായം 33-ാമത്തെ വാക്യം. യോഹന്നാൻ സ്നാപകൻ അപ്പം തിന്നാതെയും വീഞ്ഞു കുടിക്കാതെയും വന്നിരിക്കുന്നു, അവന് ഭൂതമുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ട് വന്നിരിക്കുന്നു. തിന്നിയും കുടിയനുമായ മനുഷ്യൻ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് നിങ്ങൾ പറയും. അപ്പൊ ഇത് യേശു സ്വന്തം വാക്കുകളാൽ നൽകുന്ന ടെസ്റ്റിമണിയാണ്. യേശു സ്വന്തം വാക്കുകളാൽ നൽകുന്ന ടെസ്റ്റിമണിയാണ്. എങ്ങനെയായിരിക്കണം ഒരു പെർഫെക്റ്റ് മനുഷ്യൻ, അതിന്റെ ആ പിക്ചർ യേശു കാണിക്കണം. അപ്പൊ യേശു ഭൂമിയിലേക്ക് വന്നു. യോഹന്നാൻ സ്നാപകൻ വീഞ്ഞു കുടിക്കത്തില്ലായിരുന്നു, മാംസം കഴിക്കത്തില്ലായിരുന്നു. അപ്പം മാംസം കഴിക്കാതെയും വീഞ്ഞു കുടിക്കാതെയും യോഹന്നാൻ സ്നാപകൻ ഭൂമിയിൽ വന്നു. നാസീർ വ്രതമായിരുന്നു. അപ്പം യേശു പറയാം, മനുഷ്യപുത്രനോ തിന്നും കുടിച്ചും കൊണ്ടുവന്നു. എന്ത് തിന്നും കുടിച്ചും കൊണ്ടുവന്നു? മാംസം തിന്നും വീഞ്ഞു കുടിച്ചും കൊണ്ടുവന്നു.
മാംസം കഴിച്ചുകൊണ്ടും വീഞ്ഞു കുടിച്ചുകൊണ്ടും വന്നു. വളരെ വ്യക്തമായിട്ട് യേശു തന്നെ ടെസ്റ്റിഫൈ ചെയ്യാണ്. അപ്പോൾ ഒരു റിയൽ മനുഷ്യനെയാണ് ദൈവം അന്വേഷിക്കുന്നത്. കപടന്മാരെ ആവശ്യമില്ല, വ്യാജന്മാരെ ആവശ്യമില്ല, അവരെയല്ല വേണ്ടത്. മുഴുലോകത്തിലും വലിയ പ്രളയമുണ്ടായി. ദൈവത്തിന്റെ വചനം കേട്ടത് നോഹ മാത്രമാണ്. നോഹയാണ് പ്രസംഗിച്ചത്. നോഹ പ്രസംഗിച്ചു. 8 പേര് പെട്ടകത്തിൽ കയറി. സകല ജീവജലജന്തുക്കളിൽ നിന്നും ശുദ്ധിയുള്ളത് ഈ രണ്ടും, ശുദ്ധിയില്ലാത്തത് ഈ രണ്ടും, ശുദ്ധിയുള്ളത് 7 ഒക്കെ കയറിയെന്ന് നമ്മൾ വായിക്കുന്നു. അപ്പൊ അതിനുശേഷം പ്രളയം അവസാനിച്ചു, പെട്ടകം താന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് എന്താണ്? പെട്ടകം താന്നു. അതിനുശേഷം നമ്മൾ വായിക്കുന്നത് നോഹ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അതിൽ നിന്ന് വീഞ്ഞെടുത്തു. നോഹ കൃഷി ചെയ്യാൻ തുടങ്ങി, ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, അവൻ അതിലെ വീഞ്ഞു കുടിച്ചു ലഹരി പിടിച്ചു. തന്റെ കൂടാരത്തിൽ വസ്ത്രം നീങ്ങിക്കിടന്നു. അപ്പൊ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. മുഴുഭൂമിയെ നശിപ്പിച്ചിട്ട് ദൈവം സെലക്ട് ചെയ്ത ആളാണ്. മുഴുഭൂമിയെ നശിപ്പിച്ചിട്ട് ദൈവം ചൂസ് ചെയ്ത ആളാണ് നോഹ. ആ നോഹയുടെ സന്തതികളാണ് ലോകം മുഴുവനുള്ളത്. സത്യത്തിൽ മനുഷ്യവർഗത്തിന്റെ പിതാമഹൻ എന്നുള്ള സ്ഥാനമാണ് ഇപ്പൊ നോഹയ്ക്ക് നിൽക്കുന്നത്. ആ നോഹ വീഞ്ഞു കുടിച്ച് ലഹരി പിടിച്ച് വസ്ത്രമില്ലാതെ കിടന്നു. നിങ്ങളുടെ വായിക്ക്, ദൈവം നോഹയോട് ക്രുദ്ധിക്കുന്നില്ല. നീ എന്തിനാ നോഹയെ വീഞ്ഞു കുടിച്ചത് ചോദിക്കുന്നുണ്ടോ? മുഴുഭൂമിയെ നശിപ്പിച്ചിട്ട് സെലക്ട് ചെയ്ത ആളാ. അപ്പൊ മുഴുഭൂമിയെ നശിപ്പിച്ചിട്ട് സെലക്ട് ചെയ്ത ആ വ്യക്തി വീഞ്ഞു കുടിക്കാത്ത ഒരാളായിരിക്കണമെന്ന് ദൈവത്തിന് നിർബന്ധമില്ല. മുഴുഭൂമിയെ നശിപ്പിച്ചിട്ട് ദൈവം സെലക്ട് ചെയ്ത ആള് വീഞ്ഞു കുടിക്കാത്ത ആളല്ലായിരുന്നു, വീഞ്ഞു കുടിക്കുന്ന ആളായിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മളിത് ശരിയായ വിധത്തിൽ മനസ്സിലാക്കണം. ഇപ്പൊ ഞാനീ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇതിപ്പോ എനിക്കറിയാം, ഒരുപക്ഷെ തെറ്റിദ്ധാരണ ഉണ്ടാക്കാനും ഇപ്പൊ എനിക്കെതിരെ പ്രചരിപ്പിക്കുന്ന ആളുകൾക്ക് ഇതുകൊണ്ടൊക്കെ പോകാൻ പറ്റും. അപ്പൊ ഞാനത് കെയർ ചെയ്യുന്നില്ല, കാരണം ഞാനിത് വളരെ ആലോചിച്ചിട്ടാണ് പറയുന്നത്. ഒരുപാട് ആളുകൾ ഈ ബന്ധനത്തിൽ നിന്ന് മോചിതരാണ്, തിന്മയുടെ ബന്ധനത്തിൽ നിന്ന്. മദ്യപാനം കേരളത്തിൽ ഒരു സാമൂഹിക തിന്മയാണ്. ഇറ്റ് ഈസ് എ സോഷ്യൽ ഈവിൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനിയന്ത്രിതമായ മദ്യപാനം, അബ്യൂസ് ഓഫ് ആൽക്കഹോളാണ്, ദുരുപയോഗമാണ്. അപ്പൊ അതിൽ തെറ്റിദ്ധരിക്കപ്പെട്ട് അതൊരു ദൈവത്തിനെതിരായിട്ടുള്ള പാപമായി ചിത്രീകരിക്കുന്നുണ്ട്. അങ്ങനെ ദൈവത്തിനെതിരായിട്ടുള്ള പാപമാവെന്ന് ഞാൻ പറയാം. അപ്പൊ ആദ്യം നമ്മൾ ബൈബിളിന്റെ സ്റ്റാൻഡ് എന്താണ്, ദൈവത്തിന്റെ നിലപാട് എന്താണ് എന്ന് നമ്മൾ നോക്കുക. ഇപ്പൊ കേരളത്തിലെ പെന്റക്കോസ്റ്റ് സഭകളിൽ, പെന്റക്കോസ്റ്റ് ഞാൻ ഈ പറയുന്നത് ഒരു എക്സാമ്പിൾ എന്ന് പറയുന്ന, കാത്തലിക്കും ആകാം, അല്ലെങ്കിൽ കരിസ്മാറ്റിക് പോട്ടയൊക്കെ ആകാം, നിങ്ങൾക്ക് ഏത് വീട്ടിലും എടുക്കാം. അപ്പൊ അതിനകത്ത് ഏറ്റവും വലിയ അത്ഭുത സാക്ഷ്യം, കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ച ഒരാൾ ചൂടായി, പാസ്റ്റർ ഇങ്ങനെയൊന്നും പറയരുത്, എന്റെ മദ്യപാനം മാറിയതാ ഇങ്ങനെയാണ്. അപ്പൊ ഇതാണ് ഈ പ്രശ്നം. ഏറ്റവും വലിയൊരു അത്ഭുതം, മദ്യപാനം മാറി. കേരളത്തിൽ പെന്തക്കോസ്റ്റിന്റെ പ്രവർത്തനം കൊണ്ട് മദ്യപാനം മാറി, അല്ലെ കരിസ്മാറ്റിക്കിൽ മദ്യപാനം മാറി. അപ്പൊ ഏറ്റവും വലിയൊരു അത്ഭുതം, കർത്താവായ യേശു ക്രിസ്തു ഒരു ആളുടെ മദ്യപാനം മാറ്റിയതായിട്ട് ബൈബിളിലില്ല. ഒരുപാടല്ലോ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, മുടന്തനെ സുഖപ്പെടുത്തിയിട്ടുണ്ട്, തളർവാദ രോഗി എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്, മരിച്ചവരെ ഉയർപ്പിച്ചിട്ടുണ്ട്, ചെകിടന് കേൾവി കൊടുത്തിട്ടുണ്ട്, അന്ധന് കാഴ്ച കൊടുത്തിട്ടുണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണുന്നു. ഒരു സിംഗിൾ ഇൻസ്റ്റന്റ് നിങ്ങൾക്ക് കാണിക്കാവോ ഒരു മദ്യപാനിയെ വിടുവിച്ചത്? കർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, ഓ നിന്റെ മദ്യപാനം മാറട്ടെ. അപ്പൊ അതങ്ങനെയില്ല. കാരണം അവിടെയുള്ളവർക്ക് സെൻസ് ഉണ്ടായിരുന്നു. അവിടെ വീഞ്ഞ് അവരുടെ ആഹാര സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വീഞ്ഞു കുടിക്കുമായിരുന്നു. കർത്താവ് ഒരു പച്ചയായ മനുഷ്യനായിട്ടാണ് ഈ ഭൂമിയിലൂടെ സഞ്ചരിച്ചത്.
ഇപ്പം നമ്മൾ ഈ വിചാരിക്കുന്ന പോലെ ഈ വിശുദ്ധിയുടെ ഒരു ആഭരണങ്ങളൊക്കെ ധരിച്ചിങ്ങനെ ഓ മകനെ ഇങ്ങനെ എക്കോ ഒക്കെ വെച്ചിങ്ങനെ ഇനി ഞാൻ നിന്നിൽ പ്രസാദിച്ച, അങ്ങനെയല്ല. ഒരു പച്ചയായ മനുഷ്യൻ വേശ്യകളുടെയും ചുങ്കക്കാരുടെയും സ്നേഹിതനെന്ന് അവനെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അവിടെ ആ തെരുവോരങ്ങളിൽ നടക്കുന്ന അവിടുത്തെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുകയും ഒച്ച വെക്കുന്നതോടുകൂടി ഒച്ച വെക്കുകയും നൃത്തം ചെയ്യുന്നതോടുകൂടി നൃത്തം ചെയ്യുകയും ആ രീതിയിലുള്ള ഒരു പച്ചയായ മനുഷ്യനായിരുന്നു യേശു. ഒരു മനുഷ്യൻ എങ്ങനെയായിരിക്കണം? സമൂഹത്തിൽ നിന്ന് വേർപെട്ട് ആരോടും ഇടപെടാതെ ആരോടും സംസാരിക്കാതെ ഇവനൊരു ആത്മീകനായിട്ട് അങ്ങനെ അല്ലായിരുന്നു കർത്താവ്. വളരെ വ്യക്തമായിട്ട് യേശു തന്നെ അത് പറയാണ്. നിങ്ങളോ എന്നെ ചുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് വിളിച്ചു. നല്ല ലഹരിയുള്ള വീഞ്ഞാണ് കർത്താവ് ഉണ്ടാക്കിയെന്ന് കേട്ടിട്ടുണ്ട് സാമുവൽ എൽദോ. അത് കേട്ടിട്ടുള്ളതല്ലോ, തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നല്ലേ. കാനാവിലെ കല്യാണത്തിന് വീഞ്ഞ് പോരാതെ വരികയാൽ എന്ന് പറഞ്ഞാൽ ആ വീഞ്ഞ് പോരാ എന്ന് പറഞ്ഞതിന് വീര്യം പോരാതെ വരികയാൽ യേശു നല്ല വീഞ്ഞുണ്ടാക്കി കൊടുത്തു. അപ്പം വിരുന്നുവാഴി പറയുകയാണ്, ആദ്യം നല്ല വീഞ്ഞ് വിളമ്പിയിട്ട് പിന്നീടല്ലേ എളുപ്പമായത് വിളമ്പുന്നത്? ഇത്രയും നേരം എന്തിനാണ് ആദ്യം എളുപ്പമുള്ള വീഞ്ഞ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത്? ഞാൻ വീര്യമില്ലാത്ത വീഞ്ഞ് എന്തിനാ ആദ്യം കൊണ്ടെത്തുന്നത്? വീര്യമുള്ള വീഞ്ഞാണ് ആദ്യം കൊടുക്കേണ്ടത്. അതാണ് അവിടുത്തെ വിരുന്നിന്റെ പതിവ്. മദ്യം കഴിക്കുന്നതിനേക്കാൾ ലഹരിയാണ് കർത്താവിനെ കഴിക്കുന്നത്. അത് മനസ്സിലാക്കിയവന് മദ്യം ഒരു ലഹരിയേ അല്ല. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ തിരുവെഴുത്തിൽ വായിക്കുമ്പോൾ മദ്യപാനത്തെക്കുറിച്ച്. അപ്പം യേശു കർത്താവ് വീഞ്ഞു കുടിക്കുമായിരുന്നു, സാധാരണക്കാരുടെ കൂടെ കൂട്ടുകൂടുമായിരുന്നു, അവരുടെ കൂടെ സന്തോഷിക്കുമായിരുന്നു. ഒരിക്കലും ഒരാത്മീകന്റെ കപടമുഖം പൊയ്മുഖം കാണിച്ചിട്ടില്ല ഒരു പച്ചയായ മനുഷ്യൻ. സജോ ജോൺ എഴുമണ്ണി ഇനിയും താമസിച്ചു പോയിട്ടില്ല, കണ്ടുമുട്ടിയല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ദൈവം മനുഷ്യന്റെ ഒരു സന്തോഷത്തിനെതിരല്ല, ഒരു സന്തോഷത്തിനും നെവർ. പിന്നെ മദ്യപാനം എപ്പോഴാണ്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചില ആൾക്ക് മദ്യപാനം ശരിയാണെന്ന് ഞാൻ പറഞ്ഞോ. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതിന്റെ കാരണം അവരുടെ മദ്യപാനമാണ്. അത് നമ്മൾ തിരുവഴുത്തിലുണ്ട്. സാധാരണ മദ്യത്തിനെതിരെ പ്രസംഗിക്കുന്നവർ കാണാത്ത വാക്യമാണ്, ആരും പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല. യെശയ്യാ 5-ാം അധ്യായത്തിലാണ്. യെശയ്യാ 5-ാം അധ്യായം. സൈന്യങ്ങളുടെ യഹോവ അരുളിച്ചത്, വലുതും നല്ലതുമായിരിക്കുന്ന പല വീടുകളും ആൾപ്പാർപ്പില്ലാതെ ശൂന്യമാകും. 10 കാണി മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു വിത്തും 1 ഹോമർ വിത്തിൽ നിന്ന് 1 എഫായി മാത്രം കിട്ടും. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ചു മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. അവരുടെ വിരുന്നുകളിൽ കിന്നരവും വീണയും തപ്പും കുഴലും വീഞ്ഞുമുണ്ട്. എന്നാൽ യഹോവയുടെ പ്രവൃത്തിയെ അവർ നോക്കുന്നില്ല, അവന്റെ കൈവേലയെ വിചാരിക്കുന്നതുമില്ല. അങ്ങനെ എന്റെ ജനം അറിവില്ലായകയാൽ പ്രവാസത്തിലേക്ക് പോകുന്നു. അപ്പൊ അവരുടെ അഡിക്ഷനാണ്, മദ്യപാനത്തിന്റെ അഡിക്ഷനാണ് അവരെ പ്രവാസത്തിലേക്ക് വിട്ടത്. നമ്മളതുപോലെ സദൃശവാക്യം 23-ലും സദൃശവാക്യം 20-ലും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മദ്യപാനത്തിന്റെ തിന്മകൾ. എന്ന് പറഞ്ഞാൽ ആൽക്കഹോളിക് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പിക്ചർ അവിടെ വരച്ച് കാണിച്ചിരിക്കുകയാണ്. അപ്പൊ അതിനെ ബൈബിള് എതിർക്കുന്നുണ്ട്. അടിപൊളി. അപ്പൊ ഇതെവിടെയാണ് നമ്മൾ ആ ലൈൻ വരയ്ക്കേണ്ടത്? ഇപ്പൊ ഒരു വശത്ത് ഞാൻ പറയാണ്, യേശു വീഞ്ഞു കുടിച്ചിരുന്നു. ദൈവം ഒരിക്കലും വീഞ്ഞിനെതിരല്ല. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനുള്ള വീഞ്ഞ് ദൈവമാണ് ഉത്ഭവിപ്പിക്കുന്നത്. സകലതും ദൈവം നല്ലതെന്ന് കണ്ടു. സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല എന്ന് തിരുവെഴുത്തിൽ പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. മനുഷ്യന്റെ വായിലേക്ക് വന്നു ഒന്നും അവനെ അശുദ്ധനാക്കുന്നില്ല എന്ന് യേശു അർത്ഥശങ്കയ്ക്കിടയില്ലാതെ അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു. അപ്പൊ അത്രയും പറഞ്ഞിട്ട് പിന്നെ പറയാണ് മദ്യപാനം. അപ്പൊ എവിടെ ഒരു ലൈൻ വരയ്ക്കണം. അപ്പൊ നമ്മൾ ആ ലൈൻ വരയ്ക്കാൻ പോവാ. ആവർത്തന പുസ്തകം 21-ാം അധ്യായം. ആവർത്തന പുസ്തകം 21-ാം അധ്യായം 20-ാമത്തെ വാക്യം.
അമ്മയപ്പന്മാർ അവനെ പിടിച്ച് പട്ടണത്തിലെ മൂപ്പന്മാരുടെ അടുക്കൽ പട്ടണവാതിക്കലേക്ക് കൊണ്ടുപോയി, ഞങ്ങളുടെ ഈ മകൻ ഷഠനും മത്സരിയും ഞങ്ങളുടെ വാക്ക് കേൾക്കാത്തവനും തിന്നിയും കുടിയനും ആകുന്നു എന്ന് പട്ടണത്തിലെ മൂപ്പന്മാരോട് പറയണം. അപ്പൊ ഒരു മകൻ തിന്നിയും കുടിയനും എന്ന് പറഞ്ഞാൽ ഒന്നും തിന്നല്ല ഒന്നും കുടിക്കല്ല എന്നല്ല അർത്ഥം. അമിതഭക്ഷകൻ, അങ്ങനെയാണ് ഒറിജിനൽ ഭാഷ. അപ്പോൾ അമിതഭക്ഷകനും മദ്യപനും. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ചാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ തിരുവെഴുത്ത് പഠിക്കുമ്പോൾ ശരിക്കും പഠിക്കണം. അപ്പൊ രണ്ട് കാര്യങ്ങൾ, ഒന്ന് അതിഭക്ഷണം, രണ്ട് മദ്യപാനം. ഇതിനെക്കുറിച്ച് ലൂക്കോസ് വിശേഷത്തിൽ യേശു കർത്താവ് പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും മുഴുകിയിട്ട് ആ ദിവസം പെട്ടെന്ന് നിങ്ങൾക്ക് കെണി പോലെ വന്നു ഭവിപ്പാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ചുകൊള്ളുകയും. അപ്പൊ യേശു പറഞ്ഞു മദ്യപാനത്തിനെതിരായിട്ട് പറഞ്ഞെന്താണെന്ന് പറഞ്ഞു. രണ്ട് കാര്യം ഒരുമിച്ച് എപ്പോഴും പറയുന്നത്, അതിഭക്ഷണവും മദ്യപാനവും. മദ്യപാനം മാത്രമല്ല, അതിഭക്ഷണത്താലും മദ്യപാനത്താലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വരും? നിങ്ങൾക്കൊരു പക്ഷേ അതൊരു കെണിയായിട്ട് വന്ന് ഭവിക്കാൻ സാധ്യതയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം 34-ാമത്തെ വാക്യം, നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാൽ ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളു. അപ്പൊ മൂന്ന് കാര്യമാണ് യേശു പറയുന്നത്: അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്ത. 3 സിൻ. ഉപജീവന ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കും, നമ്മൾ ഏണിങ്സ് എങ്ങനെ ഉണ്ടാക്കും, ഹൗ ടു വിൻ അവർ ബ്രെഡ്. നമ്മൾക്ക് ഉപജീവനത്തിന് വേണ്ടിയുള്ള ചിന്ത, അത് പാപമാണോ? എന്നെ കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ പറ, ഉപജീവനത്തിന്, അതായത് നമുക്ക് കുടുംബം എങ്ങനെ പുലർത്തണം എന്ന് ചിന്തിക്കുന്ന പാപമാണോ? പാപമാണെന്ന് യേശു പറഞ്ഞു. വചനം എങ്ങനെയാണ് കിടക്കുന്നത്? അപ്പൊ അവിടെയാണ് നമ്മളത് ശരിക്കും ഡിഫറൻഷിയേറ്റ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇതിനൊരു ഉപജീവന ചിന്ത എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരിക്കലും പാപമല്ല. പക്ഷെ അത് മാത്രം ചിന്തിച്ചുകൊണ്ട് ആകുലപ്പെട്ട്, ഉത്കണ്ഠപ്പെട്ട്, വ്യഗ്രതപ്പെട്ട്, വെപ്രാളപ്പെട്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നാടൻ ന്യൂജൻ ഭാഷയെ പറഞ്ഞ ആക്രാന്തപ്പെട്ട് നടക്കുന്നത് പാപമാണ്. ദൈവത്തിൽ ആശ്രയിക്കണം. ദൈവം നമ്മളെ പുലർത്തും. നമ്മൾ ജോലിക്ക് അപേക്ഷിക്കണം, ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യണം, ഇതൊക്കെ ചെയ്യണം. പക്ഷേ അത് മാത്രം ഓവർ ടൈം ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷേ എപ്പോഴും ഓവർ ടൈം തന്നെ ചെയ്യുക, പിന്നെ പണം ഉണ്ടാക്കാൻ നോക്കുക, അതിനിടയ്ക്ക് പിന്നെ ചെറിയ ബിസിനസ്സുകൾ ചെയ്യുക, മറ്റ് ബിസിനസ് ചെയ്യുക, അന്നേരത്തേന് പിന്നെ മൾട്ടിപ്പിൾ മാർക്കറ്റിംഗ് പോവുക. വ്യഗ്രതയാണ്, വെപ്രാളമാണ്. ഹൗ ടു മേക്ക് മണി. ഒരു തുള്ളി മദ്യം കഴിക്കത്തില്ല, പക്ഷെ ഇവൻ നല്ല മദ്യപാനിയുടെ തുല്യനാണ് യേശു പറഞ്ഞു. അപ്പൊ നമ്മുടെ സമൂഹത്തിൽ അയ്യോ ജോർജ് കുട്ടി എത്ര നല്ല ചെറുപ്പക്കാരന്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഓഫീസിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒരു നിമിഷം നിൽക്കത്തില്ല. അന്നേരം തൊടിയിൽ പോയി കൃഷി ചെയ്യുന്നു, പിന്നെ അവിടെ പോയി ബിസിനസ് ചെയ്യുന്നു, പിന്നെ ചിട്ടി നടത്തുന്നു, പിന്നെ മൾട്ടിപ്പിൾ മാർക്കറ്റിംഗ് നടത്തുന്നു, പണം സമ്പാദിക്കുന്നു. നല്ല ആളാ. പക്ഷെ യേശുവിന്റെ കണക്കിൽ അവൻ അത്ര നല്ല ആളല്ല. നമ്മൾ സാധാരണ ഒരു ജീവിതം നയിക്കാൻ വേണ്ടി ഉപജീവന ചിന്തയാകാം, അമിതമായ ഉപജീവന ചിന്ത. അത് യേശു വ്യക്തമായി പറയാം. നിങ്ങൾ വായിച്ചു നോക്ക്. ഈ ഇത്ര സുവിശേഷം നിങ്ങൾ കേട്ടിട്ടില്ല, നിങ്ങൾ കേൾക്കത്തില്ല. ഇപ്പൊ ലൂക്കോസ് സുവിശേഷം 21-35 3 കാര്യം പറഞ്ഞേ. അതിഭക്ഷണം, മദ്യപാനം. അപ്പൊ അതിഭക്ഷണവും മദ്യപാനവും ഉപജീവന ചിന്തയും മൂന്നും സെയിം ആണ്. എന്ന് പറഞ്ഞാൽ ഇത് മൂന്നും ആകാം എന്നാ അതിന്റെ അർത്ഥം. ഭക്ഷണവും ആകാം, മദ്യപാനവും ആകാം, ഉപജീവന ചിന്തയാകാം. അമിതമാകരുത്. അതാണ് അവിടെ പറഞ്ഞത്. അതായത് ഭക്ഷണം കഴിക്കണമെന്നൊന്നും യേശു പറഞ്ഞിട്ടില്ല. ഭക്ഷണം കഴിക്കാം, മദ്യം കഴിക്കാം, ഉപജീവനം എങ്ങനെ നടത്താമെന്ന് ചിന്തിക്കാം. ഇത് 3 കാര്യം ചിന്തിക്കാം. പക്ഷേ ഇത് 3ഉം ഓവറാകരുത്. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ അതേ കാര്യമാണ് ആവർത്തന പുസ്തകം 21 പറയുകയാണ്, ഞങ്ങളുടെ ഈ മകൻ അതിഭക്ഷകനും മദ്യപനുമാകുന്നു. കുടുംബത്തിൽ സമാധാനമില്ല, കുടുംബത്തിൽ പ്രശ്നമില്ല. അപ്പം നിന്റെ കുടുംബത്തിന് കംപ്ലൈന്റ് ഉണ്ടാകുന്ന വിധത്തിൽ നിന്റെ മദ്യപാനം വന്നാൽ അത് സിന്ന. അവിടെയാണ് ആ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പൊ അപ്പനും അമ്മയും പറയാണ് ഇവ മഹാമദ്യപാനി അതിഭക്ഷകനുമാണ്. അടുത്തത് എന്താണെന്നറിയാവോ? അവർ
അവന്റെ പട്ടണക്കാർ എല്ലാവരും അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. അപ്പൊ ന്യായപ്രമാണ പ്രകാരം കല്ലെറിഞ്ഞു കൊല്ലേണ്ടിയ 2 പാപങ്ങളാണ് മദ്യപാനവും അതിഭക്ഷണവും. മദ്യപാനം മാത്രമല്ല, മദ്യത്തിനെതിരെ ഘോരഘോരം പ്രസംഗിക്കുന്ന കൊടവയറുള്ള ഒരു ഉപദേശി ഉണ്ടെങ്കിൽ ആ ഉപദേശിയെ കല്ലെറിഞ്ഞു കൊല്ലണം, മദ്യപാനിയും കൊല്ലണം. ന്യായപ്രമാണമാണ് പ്രബലമായി നിൽക്കുന്നെങ്കിൽ. അപ്പോൾ ന്യായപ്രമാണ പ്രകാരം ഒരേ പാപമാണ്. മദ്യത്തിനെതിരെ കേരളത്തിന്റെ തെരുവീതികളിൽ കുടവേറന്മാർ പ്രസംഗിക്കുന്നുണ്ട്. അതിഭക്ഷകന്മാർ, അതിഭക്ഷണം ഒരു പാപമാണ്. ഗ്ലട്ടണി ഈസ് എ ഗ്രേറ്റ് സിൻ. മരണകരമായ 7 പാപങ്ങളുടെ പട്ടികയിൽപ്പെട്ടതാണ് ഗ്ലട്ടണി. ചാൾസ് സ്പർജനെ D.L. മൂഡി കണ്ട ഒരു സന്ദർഭമുണ്ട്. D.L. മൂഡി അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ ചെന്നപ്പോൾ സ്പർജനെ കണ്ടു. അപ്പോൾ സ്പർജൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാൻ കഴിഞ്ഞു. സ്പർജൻ ഒരു ചെയിൻ സ്മോക്കറായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ കയ്യിൽ എപ്പോഴും ചുരുട്ടിങ്ങനെ എരിഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇത് കറയൊക്കെ ഉണ്ട്. അപ്പോൾ ഹായ് ബ്രദർ എന്ന് പറഞ്ഞ് ഷെയ്ക്ക് ഹാൻഡിന് കൈ നീട്ടിയപ്പം മൂടി പറഞ്ഞു, നോ നോ നോ, ഒരു ചെയിൻ സ്മോക്കറായ നിങ്ങൾക്ക് ഞാൻ കൈ തരത്തില്ല, കാരണം ഞാൻ വിശുദ്ധനാണ്, സുവിശേഷം പ്രസംഗിക്കുന്ന ആൾ. അപ്പോൾ സ്പർജൻ ബൈബിൾ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു, മൈ ഡിയർ ബ്രദർ, ക്യാൻ യു ഷോ മീ എ സിംഗിൾ വേഴ്സ് ഇൻ ദിസ് ബൈബിൾ ദാറ്റ് സേസ് സ്മോക്കിംഗ് ഈസ് എ സിൻ? പുകവലിക്കുന്നത് പാപമാണ് എന്ന് ഒരു സിംഗിൾ വാക്യം നിങ്ങൾക്ക് ഈ ബൈബിളിൽ നിന്ന് കാണിക്കാമോ? സ്പർജൻ മൂടിയോട് ചോദിക്കുകയാണ്. എന്നിട്ട് സ്പർജൻ മൂടിയുടെ കുടവേർ, മൂടി നല്ല കുടവേറാ, മൂടിയുടെ കുടവേറിന് ഒരു ഇടി കൊടുത്തിട്ട് പറഞ്ഞു, പക്ഷെ ഈ ബൈബിളിൽ 80 വാക്യമുണ്ട് അതിഭക്ഷണം പാപമാണ്, മരണകരമായ പാപം, എറിഞ്ഞു കൊല്ലണ്ടി പാപം. അന്ന് മൂടി സ്പർജനോട് ക്ഷമ പറഞ്ഞു. അപ്പൊ നമുക്ക് ബൈബിൾ അറിയത്തില്ല, ഇതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ മദ്യപാനത്തിന് തുല്യമായ പാപമാണ് അതിഭക്ഷണം. വേദപുസ്തകത്തിന്റെ ഭാഷയിൽ, വേദപുസ്തകത്തിന്റെ കാഴ്ചപ്പാടിൽ. അപ്പൊ ദൈവത്തിന്റെ വചനപ്രകാരം അല്ലെങ്കിൽ ന്യായപ്രമാണ പ്രകാരം, അല്ലെ യേശു പറഞ്ഞതനുസരിച്ച്, യേശു മദ്യപാനത്തെ എപ്പം ബ്ലെയിം ചെയ്തോ, മദ്യപാനത്തെ യേശു ബ്ലെയിം ചെയ്ത ഒരൊറ്റ വാക്യമേ ഉള്ളൂ. അത് ലൂക്കോസ് സുവിശേഷം 21:35 മദ്യപാനത്തെ ബ്ലെയിം ചെയ്യുന്ന ഒപ്പം അതിഭക്ഷണത്തെയും കൂടെ കൂട്ടിയാണ് ബ്ലെയിം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിഭക്ഷണവും മദ്യപാനവും ഒരേ പാപമാണ്. അതിഭക്ഷണവും മദ്യപാനവും ഒരേ പാപമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നല്ല ഇറച്ചി തിന്നണമെന്നും ഇങ്ങനെ മദ്യം കഴിക്കണമെന്നും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പാപമാണ്. ഞാൻ അതിനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ല. എന്നാൽ മദ്യത്തോടുള്ള മനോഭാവം, മലയാളി മനസ്സിന്റെ മനോഭാവം മാറണം. നമ്മുടെ വീട്ടിൽ പാമ്പ് വന്നു കഴിഞ്ഞു. പാമ്പ് വന്നു കഴിഞ്ഞാൽ എന്റെയൊക്കെ ചെറുപ്പത്തിൽ പാമ്പ്, ഞങ്ങളുടെയൊക്കെ വീട്ടിൽ പാമ്പിനെ തല്ലാനുള്ള 3 ചൂറിൽ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടേ, 3 വലുപ്പത്തിൽ. അതിങ്ങനെ പെട്ടെന്ന് എടുക്കാവുന്ന വിധത്തിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് പാമ്പിനെ കൊല്ലണം. കാരണം എപ്പം വേണമെങ്കിലും പാമ്പ് വരാം. പാമ്പ് സാധാരണ വരുന്ന ഒരു പതിവുള്ള പാമ്പ് വന്നു കഴിഞ്ഞാൽ അന്നേരം ഈ നല്ല വഴങ്ങുന്ന ചൂരില 3 സൈസിൽ കിടപ്പുണ്ട്. ആ പാമ്പിന്റെ സൈസ് അനുസരിച്ചുള്ള ചൂരിൽ അന്നേരം ചാടി എടുത്ത് അട്ടിച്ചു കൊല്ലും. അതായിരുന്നു പാമ്പിനോടുള്ള മനോഭാവം. പക്ഷേ വാവ സുരേഷ് വന്നേ പിന്നെ മലയാളിയുടെ പാമ്പിനോടുള്ള മനോഭാവം മാറി. വീടിനകത്ത് രാജവമ്പാലെ കണ്ടാലും തല്ലിക്കൊല്ലുന്ന മയം മാറിയിട്ട് വാവ സുരേഷിനെ വിളിക്കുകയാണ്. വാവ സുരേഷ് വന്ന് വളരെ കൂളായിട്ട് ആ പാമ്പിനെ പിടിച്ചോണ്ട് പോകും. അപ്പം മദ്യത്തോടുള്ള മനോഭാവം മാറണം. ഈ 2019 മദ്യപാനി പാപവും മദ്യം പാപവും, മദ്യം വിഷമാണ് എന്നങ്ങനെയുള്ള പ്രചരണങ്ങളും കാര്യങ്ങളും മാറ്റിയിട്ട് നമ്മൾ അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. മൂർഖനെയും മണലിയെയും രാജഗോപാലെയും ഒക്കെ വളരെ കൂളായിട്ട് ഈ വാവ സുരേഷ് ഹാൻഡിൽ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ? അങ്ങനെ അദ്ദേഹത്തിന് ഹാൻഡിൽ ചെയ്യാമെങ്കിൽ നമ്മൾ വിശ്വാസികൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള വിഷയമുള്ളൂ ഈ മദ്യം. കാരണം മദ്യം കഴിക്കുന്ന ഒരുവന്റെ ഏറ്റവും വലിയ ചിന്ത അവനൊരു റിബല്യസ് ആയിട്ട്, അതായത് ഇത് സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു സംഭവമാണെന്നും, അപ്പൊ ഇത് കഴിക്കുന്നതോടുകൂടെ നമുക്ക് സമൂഹത്തോടുള്ള പ്രതിഷേധവും പ്രതികാരവും, അങ്ങനെയാണ് ഇത് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പൊ ഈ മദ്യം നമ്മുടെ ആഹാര സംസ്കാരത്തിന്റെ ഭാഗമാക്കുക. അപ്പൊ അവിടെ പ്രശ്നം അവസാനിക്കുകയാണ്. പിന്നെ മദ്യം കഴിക്കുന്നതിൽ വലിയ ഹീറോയിസം ഇല്ലാതെ വരും. മദ്യം കഴിക്കുന്നത് അതുപോലെ ഞാൻ ഈ പറയുന്ന കാര്യമൊന്നും ഭയങ്കര മദ്യം അഡിക്റ്റ് ആയിട്ടിരിക്കുന്ന ഭയങ്കര കുടിയന്മാരുടെ കാര്യമൊന്നുമല്ല. അതൊരു രോഗമാണ്, അത് ട്രീറ്റ് ചെയ്യണം.
ട്രീറ്റ് ചെയ്യണം. കാരണം ഗ്ലട്ടണി കൂടിക്കഴിഞ്ഞാൽ ഒബിസിറ്റി എന്ന് പറഞ്ഞ രോഗമാണ്. ഈ അമേരിക്കയിൽ ഒത്തിരി ഒബിസിറ്റി ക്ലിനിക്കുകളുണ്ട്. ഒബിസിറ്റി എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെക്കരുത്, ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല, അവരെ ട്രീറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെയാണ് മദ്യവും. അഡിക്റ്റായിപ്പോയി. ആ അഡിക്റ്റായി കഴിഞ്ഞാൽ അതൊരു രോഗാവസ്ഥയാണ്. അങ്ങനെ രോഗികളെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സാധാരണയായി മദ്യം കഴിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞാൽ കൺട്രോൾഡ് ആയിട്ടോ ഒക്കേഷണലായിട്ടോ വല്ലപ്പോഴും മദ്യം കഴിക്കുന്നവരും നിയന്ത്രിത അളവിൽ മദ്യം കഴിക്കുന്നവരും ചിലപ്പോൾ മദ്യം കഴിക്കേണ്ടി വന്നുപോയവരും അങ്ങനെയുണ്ട്. അതെല്ലാം വലിയ പാപമാണെന്ന്, ഇനി ഒരിക്കലും ക്ഷമ കിട്ടാത്ത പാപമാണെന്നുള്ള വിധത്തിലുള്ള മതപ്രബോധനങ്ങൾക്കെതിരെയാണ് ഞാൻ പറയും. ആ മതപ്രബോധനം നടത്തുന്നതിൽ മുൻപന്തിയിലാണ് കത്തോലിക്ക സഭ. കത്തോലിക്ക സഭ 24 ഡിസ്റ്റിലറി ലൈസൻസ് കയ്യിൽ ഹോൾഡ് ചെയ്തിട്ടാണ് മദ്യത്തിനെതിരായിട്ട് മദ്യം നിരോധിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. എത്ര വലിയ ഇരട്ടത്താപ്പാണ് അത്! കാപട്യമാണ്, ഭയങ്കര കാപട്യമാണ്. കാരണം ലൈസൻസ് അവർ ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം മദ്യമല്ല തിന്മയെന്ന് ഇല്ല സഹോദരാ. ജെയ്സൺ എം കുര്യൻ, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ വരുമെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ വളരെ ആലോചിച്ചത് പറയുന്നത്. ഞാൻ മദ്യപിക്കാറുണ്ടോ എന്നുള്ള, യേശു വീഞ്ഞു കുടിക്കുമായിരുന്നെന്നുള്ളതാണ് നമ്മുടെ വിഷയം. അപ്പോൾ അതുകൊണ്ട് 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 31-ാം വാക്യം. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. ഈ തിന്നാലും കുടിച്ചാലും എന്നൊക്കെ നമ്മൾ ഈ കാണുന്നത്, ഈ തിന്നാലും കുടിച്ചാലും എന്ന് നമ്മൾ ആ ബൈബിളിൽ കാണുന്നത് മാംസം തിന്നാലും വീഞ്ഞു കുടിച്ചാലും എന്നുള്ളതാണ്. നമ്മൾ അതെപ്പോഴും മനസ്സിലാക്കണം. മനുഷ്യപുത്രൻ തീനിയും കുടിയനുമായിട്ട് വന്നു കഴിഞ്ഞാൽ കപ്പുഴുങ്ങിയതും കടുങ്കാപ്പിയും കുടിച്ചെന്നല്ല ഇതിന്റെ അർത്ഥം. മാംസം കഴിച്ചു, വീഞ്ഞു കുടിച്ചു, ആണ് ഈ തിന്നിയും കുടിയനും അല്ലെങ്കിൽ തിന്നാലും കുടിച്ചാലും എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് മാംസം കഴിക്കുകയും വീഞ്ഞു കുടിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ദൈവത്തെ വിസ്മരിക്കരുത്. അപ്പോൾ സിൻ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് റിലേഷൻഷിപ്പാണ്. റിലേഷൻഷിപ്പിനെ മുറിക്കുന്നതാണ് പാപം. അതുകൊണ്ട് ബാച്ചിലേഴ്സ് ആയിട്ട് മദ്യം കഴിക്കുന്ന ആളുകളോട് എനിക്ക് ഉപദേശിക്കാനുള്ളത്, നിങ്ങൾ മദ്യം കഴിക്കുന്നെങ്കിൽ നിങ്ങൾ കഴിക്കരുതെന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ മദ്യം, കാരണം ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞാലും നിങ്ങൾ കഴിക്കുമെന്ന് എനിക്കറിയാം. അപ്പം അതാണ് നിങ്ങൾക്ക് പറ്റുന്നത്. മദ്യം എന്ത് കഴിച്ചാലും യേശു ക്രിസ്തുവിന്റെ മഹത്വത്തിനായി, സ്തോത്രത്തോടുകൂടെ. അപ്പൊ സ്തോത്രത്തോടുകൂടി അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർദ്ധിക്കേണ്ടതില്ല എന്നാണ് എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ നിങ്ങളൊരു പെഗ് മദ്യം കഴിച്ചു, അതല്ല സിന്ന്. ആ മദ്യം നിങ്ങളും ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ ബ്രേക്ക് ചെയ്യുമ്പം അതാണ് കുഴപ്പം. അതാണ് പൗലോസ് അപ്പോസ്തലൻ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും, എന്നിട്ട് പറയാണ്, തിന്നാലും കുടിച്ചാലും. നിങ്ങൾ കെയർഫുൾ ആയിട്ട് വായിക്കണം. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും, തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യുവീൻ. സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർദ്ധിക്കേണ്ടതില്ല. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ നാം ഒന്നും വർദ്ധിക്കേണ്ടതില്ല. അപ്പൊ നിങ്ങൾ മദ്യം കഴിക്കുന്നെങ്കിൽ, ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകളോട് ഞാൻ പറയും, നിങ്ങൾ മദ്യം കഴിക്കുന്നെങ്കിൽ, ആ മദ്യം കഴിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് സ്തോത്രം പറഞ്ഞ് കഴിക്കാൻ കഴിയണം. അതെങ്ങനെയാ? അപ്പൊ അവിടെയാണ് അത് പാപമായി തീരുന്നത്. ഞാനൊരിക്കലൊരു വിവാഹത്തിന് ചെന്നപ്പോൾ ഹോട്ടലിന്റെ ഒരു വളരെ ചെളിയെല്ലാം പിടിച്ച ഒരു ഡോർ, ആ ഡോറിന്റെ കോർണർ, ആ ഡോർ ഇങ്ങനെ ചാരിയിട്ട് ആ ഡോറിന്റെ കോർണറിൽ നിന്ന് ഒരു PVPക്കാരൻ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ കപ്പി മദ്യം കഴിക്കുന്നതാണ്.
പുള്ളി പെട്ടെന്ന് ഇങ്ങനെ എന്നെ കണ്ട് ചൂടി എന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ പുറത്ത് പറയില്ലെന്ന് പറഞ്ഞു. എനിക്ക് കഷ്ടം തോന്നി. നല്ല സ്ഫടിക ചഷകങ്ങളിൽ ആ മദ്യം ഒഴിച്ച് ആ ടേബിളിൽ പോയിരുന്ന് കഴിക്കാൻ പറ്റില്ലെന്ന് ഞാൻ അവനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, ഫസ്റ്റ് നല്ല ഇടപാടാ. ഞാൻ പിന്നെ അവനത് ഒന്ന് ഈസിയാക്കി വിട്ടു. അപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഏതാണ്ട് ടോയ്ലറ്റിലെ വെള്ളമൊക്കെ എടുത്ത് ഈ പ്ലാസ്റ്റിക് ഡിസ്പോസിബിൾ കപ്പിൽ ഇത് ഒഴിച്ചിട്ട് ഒരു കതകന് മറിഞ്ഞ് ഇവൻ കുടിക്കുകയാണ്. അപ്പം അവനത് ഇച്ചിരി കുടിക്കണമെന്ന് തോന്നി. പക്ഷെ നമ്മുടെ സമൂഹം സമ്മതിക്കത്തില്ല. അത് വലിയ പാപമാണ്. കാരണം അവൻ കർത്താവിനെതിരായിട്ടുള്ള ഒരു പാപമാണ് അവിടെ കമ്മിറ്റ് ചെയ്യുന്ന അവൻ്റെ ചിന്ത. അപ്പൊ അതോടുകൂടി അവന്റെ അകത്ത് ദൈവവുമായിട്ടുള്ള ബന്ധം പോയി. പിന്നെ അവൻ അഭിനയിക്കുകയാണ്. പിന്നെ അവൻ ചെയ്യുന്ന പ്രാർത്ഥന, അവൻ പോകുന്ന ആരാധന, അത് അവനും പാപമാണ്, കൂടെ ഇരിക്കുന്നവർക്കും പാപമാണ്, മൊത്തം പാപമാണ്. കാരണം റിലേഷൻ ബ്രേക്ക് ആകുന്നതാണ് പാപം. റിലേഷൻ ബ്രേക്ക് ആകുന്നതാണ് പാപം. അപ്പൊ അതുകൊണ്ട് ഒരു ബാച്ചിലറായ വ്യക്തി മദ്യപിക്കുന്നെങ്കിൽ അവൻ ദൈവത്തോടുള്ള ബന്ധം ഒരിക്കലും മുറിഞ്ഞു പോകരുത്. കാരണം നിന്റെ ഒരു സന്തോഷത്തിനും എതിര് നിൽക്കുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. അതാദ്യം മനസ്സിലാക്കുക. നിന്റെ ഒരു തരത്തിലുള്ള സന്തോഷത്തിനും എതിര് നിൽക്കുന്ന, എപ്പോഴും നിന്റെ നന്മ ആഗ്രഹിക്കുന്ന ദൈവം. നിനക്കതിലാണ് സന്തോഷമെങ്കിൽ ആ കൂടെ നിന്റെ കൂടെ ദൈവമുണ്ട്. ഈ നീ 2 പെഗ് മദ്യം കഴിക്കുന്നതിലൂടെ നിനക്ക് ദൈവത്തിൽ നിന്ന് അകന്നു പോകാം എന്നൊരു ചിന്ത നിന്റെ അകത്തുണ്ടെങ്കിൽ ആ ചിന്തയാണ് മൂഢത. കാരണം ഒരു കാരണവശാലും അവൻ നിന്നെ വിട്ടുകൊടുക്കുകയില്ല. ഞാൻ നിന്നെ ഒരു നാളും തള്ളിക്കളയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. നീ അവന്റെ കയ്യിലായിരിക്കുന്നത്. അപ്പൊ നിന്റെ മനസ്സിനകത്താണ് അവനിൽ നിന്ന് നീ അകന്നുള്ള ചിന്ത. കർത്താവ് കൂടുതൽ നിന്നോട് അടുത്തു വരികയാണ്. അപ്പൊ അതുകൊണ്ട് നിന്റെ സന്തോഷത്തിന് എതിരി നിൽക്കുന്ന ദൈവമല്ല ഈ ദൈവം എന്ന് മനസ്സിലാക്കി ബാച്ചിലേഴ്സ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ മദ്യം കഴിക്കുന്നെങ്കിൽ കർത്താവിന് സ്തോത്രം ചെയ്യുക. പിറ്റേ ദിവസം ആരാധന ഉണ്ടെങ്കിൽ ആരാധനയ്ക്ക് പോവുക. വിതൗട്ട് ഹാവിങ് എനി കൈൻഡ് ഓഫ് ഗിൽറ്റ് കോൺഷ്യസ്, ഒരു തരത്തിലുമുള്ള കുറ്റബോധം ഇല്ലാതെ ആരാധനയ്ക്ക് പോവുക. കാരണം നിങ്ങൾ ഒരു പെഗ് മദ്യം കഴിച്ചെന്നുള്ള അത് ഒരു തരത്തിലും സിന്നല്ല, ഒരു തരത്തിലും. അങ്ങനെ നിങ്ങളെ പഠിപ്പിച്ച മതം കാണും, ആ മതം വ്യാജ മതമാണ്. മദ്യപാനം പാപമാണ്. എപ്പോഴാണ്? അത് അമിതമാകുമ്പോൾ, അനിയന്ത്രിതമാകുമ്പോൾ. അത് ഭക്ഷണവും പാപമാണ്. അമിത ഭക്ഷണം നിമിത്തം കൊളസ്ട്രോൾ ഉണ്ടാകുന്നവരും അത് തുറന്ന് പല ആളുകൾ മരിച്ചു വരെ പോകുന്നുണ്ട്. വിഷം കലർന്ന ആഹാരങ്ങൾ കഴിച്ച് കിഡ്നി ഫെയിലിയർ വരുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ തിന്മ ഏതാണ്? വിഷമടിച്ച പച്ചക്കറി എല്ലാം കഴിക്കുകയാണ്. ആളുകളുടെ എല്ലാം ആന്തരിക അവയവങ്ങൾ തകരുന്നു. അതേ തുടർന്ന് പലയിടത്തും പരസ്യമായി പിരിവെടുത്ത് ആ കുടുംബങ്ങളെ സഹായിക്കേണ്ടി വരുന്നു ചികിത്സയ്ക്ക്. അപ്പൊ ഇതെല്ലാം തിന്മകളാണ്. അതുകൊണ്ട് മദ്യം കൂടുതൽ കഴിക്കുമ്പം, അതിന് അഡിക്റ്റായി പോകുമ്പം, അമിതമായി കഴിക്കുമ്പോൾ ഇതൊക്കെ സിന്നാണ്. അത് ആ രീതിയിലാണ്. അല്ല നീ ഒരല്പം മദ്യം കഴിച്ചെന്നോർത്ത് നീ ദയവായി പ്രാർത്ഥനയ്ക്ക് പോകാതിരിക്കരുത്, പള്ളിയിൽ പോകാതിരിക്കരുത്. കർത്താവ് നീ ഇന്നലെ കുടിച്ചാൽ നല്ലേടാ എന്ന് ചോദിച്ച് നിന്റെ ചെവിക്ക് പിടിക്കാനും നിന്നെ അടിക്കാനുമായിട്ട് അവിടെ ഇരിക്കുന്നില്ല ഒരിക്കലും. കാരണം കർത്താവ് അതാണ് വചനം മാംസമായി എന്ന് നമ്മൾ പറഞ്ഞു. കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദാറ്റ്സ് അവർ ജോയ്. അപ്പൊ ഹിപ്പോക്രാറ്റിക് ആയിട്ടുള്ള റിലീജിയസ് പ്രബോധനങ്ങൾ നിങ്ങൾ ചെവി കൊടുക്കരുത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കളുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ദേവന്മാർ ഒക്കെ മദ്യം കഴിക്കുന്നു. അതിന് സോമരസം പാനം ചെയ്യുക എന്നൊക്കെ പറഞ്ഞു അവരുടെ മഹർഷിമാർ കഴിക്കുമായിരുന്നു. അപ്പൊ സ്വർഗത്തിൽ ചെന്ന് ഞാൻ സുരപാനം എന്ന് പറയുന്നത് സ്വർഗീയമായ. മുസ്ലിങ്ങളുടെ സ്വർഗം നോക്കി അവിടെ മദ്യപ്പുഴ ഒഴുകുന്നുണ്ട്. ഇതെല്ലാം ഇവർക്ക് മദ്യമുണ്ട്, പക്ഷെ അതെല്ലാം മരിച്ചു കഴിഞ്ഞാണ്. പക്ഷെ നമ്മുടെ കർത്താവ് ഭൂമി വന്ന് മരിച്ചു കഴിഞ്ഞല്ല. അവൻ പറയുകയാണ് മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാനുള്ള വീഞ്ഞ് ഈ ഭൂമിയിൽ ഉത്ഭവിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മദ്യം കഴിക്കണമെങ്കിൽ മദ്യം കഴിക്കാം. അതൊരിക്കലും പാപമല്ല. നിങ്ങളെ ദൈവത്തിൽ നിന്ന് അത് അകറ്റുന്നില്ല. അത് തെറ്റായ മതപ്രബോധനത്തിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. ആ മതപ്രബോധനത്തെ നിങ്ങൾ നിരാകരിക്കണം. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യമാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ട് തിരുവെഴുത്തിൽ ഒരു വാക്യവും ഇല്ല. റോമാലേഖനം 14 അധ്യായം 6 വാക്യം, ദിവസത്തെ ആദരിക്കുന്നവൻ കർത്താവിനായി ആദരിക്കുന്നു, തിന്നുന്നവൻ കർത്താവിനായി തിന്നുന്നു, അവൻ ദൈവത്തെ സ്തുതിക്കുന്നുവല്ലോ. തിന്നാത്തവൻ കർത്താവിനായി തിന്നാതിരിക്കുന്നു, അവനും ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ആരും തനിക്കായി തന്നെ ജീവിക്കുന്നില്ല, ആരും തനിക്കായി തന്നെ മരിക്കുന്നതുമില്ല. ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. വല്ല മനസ്സിലായോ? അത് മാംസം കഴിക്കുന്നതിനെ കുറിച്ചും വീഞ്ഞു കുടിക്കുന്നതിനെ കുറിച്ചും ആണ് പറയുന്നത്. റോമാലേഖനമാണ് 14:13. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. ഞാൻ മദ്യപിക്കാറില്ല, ഞാൻ വീഞ്ഞു കുടിക്കാറില്ല. പക്ഷെ എൻ്റെ ഒരു സഹോദരൻ വല്ലപ്പോഴും ഒരു സ്വല്പം മദ്യപിക്കുന്ന ശീലമുണ്ട്. അപ്പൊ ഞാൻ ഡൗൺ ലുക്ക് ചെയ്യാണ്. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഈ വിഷയം പറയുന്നത് ഇതാണ് കോണ്ടെക്സ്റ്റ്. അതുകൊണ്ട് നാം ഇനി അന്യോന്യം വിധിക്കരുത്. സഹോദരൻ ഇറച്ചിയോ താങ്ങലോ വെക്കാതിരിക്കാൻ മാത്രം ഉറച്ചുകൊള്ളുകയും യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവായ യേശുവിൽ അറിഞ്ഞും ഉറച്ചും ഇരിക്കുന്നു. സകലവും നല്ലതെന്നാണ് ദൈവം കണ്ടത്. ഇവിടെ പറയാണ്, യാതൊന്നും സ്വതവേ മലിനമല്ല എന്ന് ഞാൻ കർത്താവിൽ അറിഞ്ഞും ഉറച്ചുമിരിക്കുന്നു. വല്ലത് മലിനമെന്ന് എണ്ണുന്നവന് മാത്രം അത് മലിനമാകുന്നു. നിന്റെ ഭക്ഷണ നിമിത്തം സഹോദരനെ വ്യസനിപ്പിച്ചാൽ നിന്റെ സ്നേഹപ്രകാരം നടക്കുന്നില്ല. നിങ്ങളുടെ നന്മയ്ക്ക് ദൂഷണം വരുത്തരുത്. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവും അത്രേ. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ. ഭക്ഷണ നിമിത്തം ദൈവനിർമ്മാണത്തെ അഴിക്കരുത്, എല്ലാം ശുദ്ധം തന്നെ. അപ്പൊ നമ്മൾ ഇത് ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കണം. വീഞ്ഞിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ധാരാളം കാര്യങ്ങളുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ കൂടെ വായിക്കാം. ഇപ്പൊ ഞാൻ ഈ ലൈവ് ചെയ്തെന്ന് പറഞ്ഞു ഇപ്പൊ നിങ്ങൾ എല്ലാം കൂടെ കള്ളു കുടിക്കാൻ വേണ്ടി പോയേക്കരുത്. ഇത് ഞാനൊരു ഒബ്ജക്റ്റീവായിട്ടുള്ള സ്റ്റഡി പറയുന്ന. കാരണം തെറ്റായ സുവിശേഷീകരണം കേരളത്തിലെ സുവിശേഷീകരണ രംഗത്തുള്ള ഏറ്റവും വലിയ തിന്മ. നിശ്ചയമായിട്ടും അമിതമായ മദ്യപാനം ഒരു സോഷ്യൽ ഈവിളാണ്, സാമൂഹിക തിന്മയാണ്. അത് കേരളത്തിൽ വളരെ ദോഷമായിട്ട് കേരളത്തിലെ സമൂഹ ഗാത്രത്തെ ബാധിച്ചിട്ടുണ്ട്. അത് അവസരമായി കണ്ടിട്ട് അതിനെ ബൈബിളുമായിട്ട് മിക്സ് ചെയ്ത് ഇതെന്തോ സുവിശേഷ പ്രവർത്തനമാണെന്നുള്ളത് അത് സോഷ്യൽ വർക്കേഴ്സ് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യമാണ്. കേരളത്തിലെ മദ്യപാനം, അതുകൊണ്ട് കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഉണ്ട്. അതിന് ബോധവൽക്കരണം ആവശ്യമാണ്, അതിന് വേണ്ട എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യേണ്ട ആവശ്യമാണ്. പക്ഷേ അതൊരിക്കലും ദൈവവും അവന്റെ തിരുവെഴുത്തുമായിട്ട് ബ്ലെൻഡ് ചെയ്യരുത്. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതിനെ നമ്മൾ വേർതിരിച്ച് കാണണം. ദൈവം ഇതൊന്നും പറയുന്ന കാര്യമല്ല. വല്ലപ്പോഴും അല്പം മദ്യപിക്കുന്ന ഒരാള് ഇതിന്റെ പേരിൽ കുറ്റബോധം കൊണ്ട് നടക്കരുത്, ഗിൽറ്റ് കോൺഷ്യസും കൊണ്ട് നടക്കരുത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ പരിചയപ്പെട്ട ഏറ്റവും മികച്ച ക്രിസ്ത്യാനികളിൽ ഒരാള് വല്ലപ്പോഴും അല്പം കഴിക്കുമായിരുന്നു. ആളിപ്പോൾ ഇല്ല. അപ്പോൾ ഒരു ദിവസം ഞാനത് കണ്ടു. കാരണം അദ്ദേഹം മദ്യം കഴിച്ചു കഴിഞ്ഞാൽ എന്നെ കാണേണ്ടി വന്നു. ഇപ്പോൾ ഭയങ്കര വിഷമായിപ്പോയി. അദ്ദേഹം കരഞ്ഞുകൊണ്ട് എൻ്റെ കാല് പിടിക്കാനൊക്കെ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഒരിക്കലും ഞാൻ ചെയ്യരുത്. കാരണം ഞാൻ വളരെയധികം ബഹുമാനിക്കുന്നു. അതുപോലെ പാവങ്ങളെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്ന വളരെ നല്ലൊരു മനുഷ്യൻ. അപ്പോൾ എന്നോട് പറഞ്ഞു, എൻ്റെ പൊന്നു ഭാഷ, എനിക്കിങ്ങനെ ഒരു ബലഹീനതയുണ്ട്. എന്നെ വളരെ 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 എൻ്റെ ഹൃദയത്തെ തകർത്തൊരു സംഭവം. കാരണം തെറ്റായ ഒരു സന്ദേശം കൊടുത്തോണ്ട് ആ നല്ല മനുഷ്യൻ കുറ്റബോധത്തിൽ നീറി കഴിയുക. നമ്മുടെ മതം പഠിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു, അച്ചായൻ്റെ കൂടെ കർത്താവുണ്ട്. കാരണം ഇവിടെയുള്ള ഏറ്റവും വലിയ വിശുദ്ധന്മാരെക്കാളും നല്ല ഹൃദയമുള്ള മനുഷ്യൻ, ഒരുപാട് നല്ല നന്മകൾ ചെയ്യുന്ന മനുഷ്യൻ. പക്ഷെ അതേ പറയും, ഒരിക്കലും ഇല്ല, ഞാനൊരു പാപിയാണ്. അപ്പൊ ഈ രീതിയിലുള്ള ചിന്തയാണ് കൊടുക്കുന്നത്. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യം, അവൻ നിന്നെ സ്നേഹിച്ച് അനുഗ്രഹിച്ച് വർദ്ധിപ്പിച്ച് അവൻ നിനക്ക് തരുമെന്ന് നിന്റെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശത്ത് നിന്റെ ഗർഭഫലവും നിന്റെ കൃഷിഫലവും ധാന്യവും വീഞ്ഞും എണ്ണയും നിന്റെ കന്നുകാലികളുടെ പേറും നിന്റെ ആടുകളുടെ പിറപ്പും അനുഗ്രഹിക്കും.
എന്ന് പറഞ്ഞാൽ നിന്റെ വീഞ്ഞിനെ അവൻ അനുഗ്രഹിക്കും. വീഞ്ഞ് നിർമ്മാണം ഇച്ചിരി സ്കില്ല് വേണ്ടിയ ഒരു കാര്യമാണ്. അപ്പം വീഞ്ഞ് ആ ചക്കുകളിൽ നിന്ന് ആ വീഞ്ഞെടുത്ത് അത് വീഞ്ഞാക്കി മാറ്റുന്ന ആ പ്രോസസ്സിൽ വീഞ്ഞ് കെട്ടുപോകാൻ സാധ്യതയുണ്ട്, വീഞ്ഞ് അഴുക്കായി പോകാൻ സാധ്യതയുണ്ട്. അപ്പം ആ വീഞ്ഞ് അഴുക്കായി പോകാതെ ഏറ്റവും വീര്യമുള്ള ഏറ്റവും മികച്ച വീഞ്ഞ് ഉണ്ടാക്കാൻ യഹോവയായ ദൈവം പറയുകയാണ്, അവൻ നിന്നെ അനുഗ്രഹിക്കും. The Lord God bless you with your wine. നിന്റെ വീഞ്ഞിനെ ദൈവം അനുഗ്രഹിക്കും. അപ്പോൾ ഒരു അനുഗ്രഹമായിട്ടാണ് വീഞ്ഞിനെ ബൈബിൾ പറയുന്നത്. ഇനി ആവർത്തന പുസ്തകം 11-ാം അധ്യായം 14-ാം വാക്യം, ധാന്യവും വീഞ്ഞും എണ്ണയും ശേഖരിക്കേണ്ടതിന് ഞാൻ തക്ക സമയത്ത് നിങ്ങളുടെ ദേശത്തിന് വേണ്ടുന്ന മുൻമഴയും പിൻമഴയും പെയ്യിക്കും. സോ വീഞ്ഞൊരു അനുഗ്രഹമായിട്ടാണ് ബൈബിളിൽ നിങ്ങൾ കാണുന്നത്. പിന്നെ പെന്തക്കോസ്റ്റ് വേർഷനുണ്ട് ഇതിന്റെ. ആ വീഞ്ഞിൽ ലഹരി ഇല്ലായിരുന്നെന്ന്. ലഹരി ഇല്ലെങ്കിൽ ആ വീഞ്ഞ് കൊള്ളാത്ത അഴുക്ക് വീഞ്ഞാണ്. ആവർത്തനം 33:28. ആവർത്തനം 33:28. ധാന്യവും വീഞ്ഞുമുള്ള ദേശത്ത് ഇസ്രായേൽ നിർഭയമായും യാക്കോബിനുറവ തനിച്ചും വസിക്കുന്നു. ദാറ്റ് ഇസ് എ ഗ്രേറ്റസ്റ്റ് ബ്ലെസ്സിംഗ്. ധാന്യവും വീഞ്ഞുമുള്ള സ്ഥലത്ത്. വീഞ്ഞിനെ ഒരു അനുഗ്രഹമായിട്ടാണ് ബൈബിൾ കാണുന്നത്. വീഞ്ഞ് നഷ്ടപ്പെട്ടു പോകുന്നത് ശാപവുമാണ്. ആവർത്തനം 28 നിങ്ങൾക്കല്ല ഈ വാക്യങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങൾക്ക് നോക്കാം. ആവർത്തനം 20. ഇത് നിങ്ങൾ ഒരിക്കലും ഒരു ചർച്ചിലോ ഒരു പള്ളിയിലച്ചനോ ഇത് പറയത്തില്ല, കാരണം അത് മതത്തിന്റെ കാര്യമാണ്. ഞാനിത് ഒരുപാട് ആലോചിച്ചു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇമേജൊക്കെ പോവും. എന്ത് ചെയ്യാൻ, സത്യമായിട്ട് പറയുന്ന. ആവർത്തനം 28:39. നീ മുന്തിരിത്തോട്ടങ്ങൾ നട്ട് രക്ഷ ചെയ്യും, എങ്കിലും പുഴു തിന്ന് കളയുക കൊണ്ട് വീഞ്ഞു കുടിക്കയില്ല. നീ മുന്തിരിത്തോട്ടം ഉണ്ടാക്കും, പക്ഷെ നിനക്ക് വീഞ്ഞു കുടിക്കാൻ പറ്റത്തില്ല. ശാപമാണ്. ആവർത്തന പുസ്തകം 28 ശാപത്തിലൊന്നാണ് ലോസ് ഓഫ് വൈൻ, വീഞ്ഞ് നഷ്ടപ്പെട്ടു പോകുക എന്നുള്ളത്. അത് ഒരു വാക്യമല്ല, ഒരുപാട് വാക്യങ്ങളുണ്ട്. ഞാൻ ഒരു വാക്യം കൊണ്ട് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഹോശിയ പ്രവചനം 9-ാം അധ്യായം 2-ാം വാക്യം, കളവും ചക്കും അവരെ പോഷിപ്പിക്കുകയില്ല, പുതുവീഞ്ഞ് അതിൽ ഇല്ലാതെയാകും. പുതുവീഞ്ഞ് അതിൽ ഇല്ലാതെയാകും. കണ്ടോ? ഇനി യോവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 10-ാം വാക്യം, വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കാൻ ദേശം ദുഃഖിക്കുന്നു. കഴ്സാണ്. ഇപ്പൊ ശാപമാണ്. ഒരുപാട് വാക്യങ്ങളുണ്ട്. ആമോസ് 5:11, മീക്ക 6:15, സെഫന്യ 1:13, ഹഗ്ഗായി 1:11. ഇവിടെയെല്ലാം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വീഞ്ഞ് നഷ്ടപ്പെടുന്നത് ദൈവത്തിന്റെ ശാപമാണ്. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. യെശയ്യായുടെ പുസ്തകം 16-ാം അധ്യായം 10-ാം വാക്യം, സന്തോഷവും ആനന്ദവും വിളനിലത്ത് നിന്ന് പോയിപ്പോയിരിക്കുന്നു, മുന്തിരിത്തോട്ടങ്ങളിൽ പാട്ടില്ല, ഉല്ലാസഘോഷവുമില്ല, ചവിട്ടുകാർ ചക്കുകളിൽ മുന്തിരിങ്ങ ചവിട്ടുകയില്ല, മുന്തിരിക്കൊയ്ത്തിന്റെ ആർപ്പുവിളി ഞാൻ നിർത്തിക്കളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്റെ ഉള്ളം മൊവാബിനെ കുറിച്ചും എന്റെ അന്തരംഗം കീർഹേരേശിനെ കുറിച്ചും കിന്നരം പോലെ മുഴങ്ങുന്നു. അപ്പൊ പറയാണ് മൊവാബിനുള്ള ശാപമാണ്. മൊവാബിനെ ശപിക്കുമ്പം ഇത്രേ സംഭവിക്കുന്നത്. അവരുടെ പാട്ട്, അവരുടെ നൃത്തം, അവരുടെ സന്തോഷം, അവരുടെ വീഞ്ഞ് ഇതെടുത്തു കളയുകയാണ്. അപ്പൊ ദൈവത്തിന്റെ ബ്ലെസ്സിംഗ് ആണ് പാട്ട്, നൃത്തം, സന്തോഷം, വീഞ്ഞ്. ബ്ലെസ്സിംഗ് ആണ്. യെരമ്യാ പ്രവചനം 48. യെരമ്യാ പ്രവചനം 48 അതിന്റെ 33. സന്തോഷവും ഉല്ലാസവും വിളഭൂമിയിൽ നിന്നും മോവാബ് ദേശത്തു നിന്നും നീങ്ങിപ്പോയിരിക്കുന്നു. ചക്കുകളിൽ വീഞ്ഞ് ഞാൻ ഇല്ലാതാക്കിയിരിക്കുന്നു. ആർപ്പുവിളികളോടെ ആരും ചക്ക് ചവിട്ടുകയില്ല. ആർപ്പല്ലാത്ത ആർപ്പുണ്ടാകുന്നാനും. ഹെശ്ബോനിലെ നിലവിളി കേതുവാൽ അവർ എലയാല വരെ യഹസ് വരെയും സോവാർ മുതൽ ഹെരോനയും വരെയും യക്ലത്ത് ഗലീശിയ വരെയും നിലവിളി കാട്ടുന്നു. ഇപ്പൊ ഈ വാക്യമൊക്കെ വായിച്ച ആളുകൾ പ്രസംഗിക്കാറുണ്ട്. കാരണം ദൈവം വീഞ്ഞിനെതിരാണ്. ദൈവം നിന്റെ പാട്ടും ഉല്ലാസവും എല്ലാം എടുത്തു കളയും, നിന്റെ വീഞ്ഞിനെ പറ്റിച്ചു കളയും. കണ്ടോ? ഈ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഈ വാക്യം വെച്ച്. പക്ഷെ ഈ വാക്യം ദൈവം മൊവാബിനെ ശിക്ഷിക്കുന്നതാണ്. ക്ലിയർ ആയിട്ട് നിങ്ങൾ നോക്കുക. മൊവാബിന്റെ മേലുള്ള ശാപമാണ്. മൊവാബിന്റെ മേൽ അയക്കുന്ന കർസാണ്. നിന്റെ വീഞ്ഞിനെ ഞാൻ വറ്റിച്ചു കളയും, നിന്റെ ഉല്ലാസത്തെ എടുത്തു കളയും, നിന്റെ സന്തോഷത്തെ എടുത്തു കളയും. അപ്പൊ ലോസ് ഓഫ് വൈൻ ഈസ് എ കർസ്. ബൈബിളിൽ നോക്കുമ്പോൾ അങ്ങനെ കാണുന്നു. പിന്നെ വീഞ്ഞ്
ദൈവത്തിൻ്റെ യാഗങ്ങളിൽ സ്വീകാര്യമാണ്. അത് നിങ്ങൾ ഏറ്റവും അധികം മനസ്സിലാക്കേണ്ടതാണ്. പുറപ്പാട് പുസ്തകം 29 അധ്യായം 40 വാക്യം, ഇടിച്ചെടുത്ത കാൽഹീൻ എണ്ണ പകർന്നിരിക്കുന്ന ഒരിടങ്ങഴി നേരിയമാവും പാനീയയാഗമായി കാൽഹീൻ വീഞ്ഞും ആട്ടിൻകുട്ടിയോടുകൂടെ അർപ്പിക്കണം. മനസ്സിലായോ? ദൈവത്തിന് അർപ്പിക്കുന്ന യാഗം വീഞ്ഞർപ്പിക്കണമെന്ന് പറഞ്ഞാൽ ദൈവം ഇഷ്ടപ്പെടുന്നു. വീഞ്ഞ്. ലേവ്യ പുസ്തകം 23:13. ലേവ്യ പുസ്തകം 23:13. ശബത്തിന്റെ പിറ്റേന്നാൾ മുതൽ നിങ്ങൾ നീരാജനത്തിന്റെ കറ്റ കൊണ്ടുവന്ന ദിവസം മുതൽ തന്നെ എണ്ണി 7 ശബത്ത് തികയണം. 7-ാമത്തെ ശബത്തിന്റെ പിറ്റേന്നാൾ 50 ദിവസം എണ്ണി യഹോവയ്ക്ക് പുതിയ ധാന്യം കൊണ്ട് ഭോജനയാഗം അർപ്പിക്കണം. നീരാജനത്തിന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്ന് കൊണ്ടുവരണം. അത് നേരിയ മാവ് കൊണ്ടുള്ളതും പുളിപ്പിച്ചുട്ടതുമായിരിക്കണം. അപ്പം നമ്മൾ താഴോട്ട് വായിക്കുമ്പം അവിടെ പാനീയയാഗം വരുന്നുണ്ട്. ആ പാനീയയാഗത്തിൽ 2 മുട്ടാടായും ഭോജനയാഗവും പാനീയവും അർപ്പിക്കണം. ആ പാനീയത്തിൽ വീഞ്ഞ് ചേർക്കണം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള, സന്തോഷകരമായിട്ടുള്ള ഒന്നാണ് വീഞ്ഞ്. അതിൽ ദൈവം ഒരിക്കലും പരിഭവപ്പെടുന്നില്ല. ഇതാണ് കൽപ്പന. മറ്റൊരു വാക്യം വായിച്ചു കേൾപ്പിക്കാം. സംഖ്യാപുസ്തകം 15 അധ്യായം അതിന്റെ 5-ാം വാക്യം, ഹോമയാഗത്തിനും ഹനനയാഗത്തിനും പാനീയയാഗമായി നീ ആടൊന്നിന് കാൽഹീൻ വീഞ്ഞ് കൊണ്ടുവരണം. അപ്പോൾ ഒരാടിന് കാൽഹീൻ വീഞ്ഞ് വെച്ച് കൊണ്ടുവരണം. എല്ലാ പുസ്തകത്തിലുണ്ട്, പെന്റാറ്റ്യൂക്ക് മുഴുവൻ. ഇനി ആവർത്തന പുസ്തകം 18:4. ആവർത്തന പുസ്തകം 18:4, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ആദിഫലവും നിന്റെ ആടുകളെ കത്രിക്കുന്ന ആദിരോമവും നീ അവന് കൊടുക്കണം. പുരോഹിതന്മാർ കൊടുക്കുന്ന വീഞ്ഞ് കൊടുക്കണം. ഇതൊരു പിക്ചറാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ ചിന്തിക്കുന്ന പോലെ അല്ല ദൈവം ചിന്തിക്കുന്നത്. അടുത്ത പുസ്തകം ന്യായാധിപന്മാരുടെ പുസ്തകമാണ്. അതിന്റെ 9-ാമത്തെ വാക്യം, ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം. ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 13-ാം വാക്യം, മുന്തിരിവള്ളി അവയോട്, ദൈവത്തെയും മനുഷ്യനെയും ആനന്ദിപ്പിക്കുന്ന എന്റെ രസം ഞാൻ ഉപേക്ഷിച്ച് വൃക്ഷങ്ങളുടെ മേൽ ആടുവാൻ പോകുമോ എന്ന് പറഞ്ഞു. ഇപ്പം ന്യായാധിപന്മാർ 9:13, വൈൻ ചിയേഴ്സ് ഗോഡ് ആൻഡ് മെൻ. വീഞ്ഞ് മനുഷ്യരെയും ദൈവത്തെയും രസിപ്പിക്കും. ദൈവത്തിനുള്ള യാഗങ്ങളിലും ആ വീഞ്ഞ് ചേർക്കുന്നു, മനുഷ്യനും വീഞ്ഞ് കുടിക്കുന്നു. വളരെ വ്യക്തമായി മനുഷ്യർക്കും ദൈവത്തിനും സന്തോഷമാണ്. മനുഷ്യന്റെ സന്തോഷമാണ് ദൈവത്തിന്റെ സന്തോഷം. ഇനി വരാനുള്ള യുഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ആകാശം പുതിയ ഭൂമി, ആ ബ്ലെസ്സിങ് വരുമല്ലോ. ആ ബ്ലെസ്സിങ് വന്നാൽ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 6-ാം വാക്യം, അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞു ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ട മനുഷ്യരൊക്കെയും നെടുവീർപ്പിടുന്നു. തപ്പുകളുടെ ആനന്ദം നിന്നു പോകുന്നു, ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നു പോകുന്നു. കിന്നരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകുന്നു. അവർ പാട്ട് പാടിക്കൊണ്ട് വീഞ്ഞു കുടിക്കുകയില്ല. മദ്യം കുടിക്കുന്നവർക്ക് അത് കയ്പായിരിക്കും. ശൂന്യപട്ടണം ഇടിഞ്ഞു കിടക്കുന്നു. ഇത് കഴ്സാണ്. ശാപം എങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുകയാണ്. അപ്പൊ ഇത് ശാപമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തത് ആമോസിന്റെ യോവേലിന്റെ പുസ്തകത്തിൽ നമുക്ക് എടുക്കാം. അടുത്ത പ്രോമിസ് വരുന്നത് ഈ ശാപം മാറുന്നത്.
യോവേലിന്റെ പുസ്തകം 2-ാം അധ്യായം. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ദാറ്റ് ഇസ് ദ ബ്ലെസ്സിംഗ്, ദ പ്രോമിസ്ഡ് ബ്ലെസ്സിംഗ്. അപ്പൊ ഇത് ബൈബിളിന്റെ ഹാർട്ടായിട്ടിരിക്കുന്നത് ഉത്തമഗീതമാണ്. ഉത്തമഗീതങ്ങളുടെ പുസ്തകത്തില് നല്ലൊരു വാക്യമുണ്ട്. എൻ്റെ 2-ാം അധ്യായം 4-ാം വാക്യം. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു ചെന്നു, എന്റെ മീതെ അവൻ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. അവൻ എന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, വൈൻ ഹൗസ്, വിവിധതരം വൈനുകൾ ഇരിക്കുന്ന ഹൗസ്. നിങ്ങൾ ഈ യൂറോപ്പിലൊക്കെ സഞ്ചരിച്ചാൽ കാണാം വൈൻ ഹൗസുകൾ. നമ്മുടെ നാട്ടിൽ അത് വൈൻ ഇല്ലാത്തതുകൊണ്ട് മനസ്സിലാകുന്നില്ല വൈൻ ഹൗസ് തന്നെ. വൈനുകൾ പ്രിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നു, ഇഷ്ടംപോലെ വൈനുകളോ വലിയ ജാറുകളിൽ. അപ്പം ആ വീഞ്ഞു വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. എൻ്റെ മീതെ അവൻ പിടിച്ച കൊടി സ്നേഹമായിരുന്നു. അപ്പം വല്ലപ്പോഴും അല്പം മദ്യം കഴിക്കുന്ന പ്രിയ സഹോദര, നീ മനസ്സിലാക്കണം, നിന്റെ മുകളിൽ സ്നേഹത്തിന്റെ കൊടി പിടിക്കുന്ന ഒരു യേശുവുണ്ട്. ഞാനിവിടെ മദ്യപാനത്തെ പ്രൊമോട്ട് ചെയ്യല്ല. മദ്യം കഴിച്ചുപോയി എന്നതിന്റെ പേരിൽ മതം അനാവശ്യമായി നിന്റെ അകത്ത് ഗിൽറ്റ് കോൺഷ്യസ് കൊണ്ടുവന്ന് നിന്നെ എന്നേക്കും ക്രിസ്തുവിൽ നിന്ന് അകറ്റുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ബാച്ചിലേഴ്സ്, അവിവാഹിതരായിട്ട് മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ ആ മദ്യം കഴിക്കുന്നതല്ല, ദൈവത്തോടുള്ള റിലേഷൻ ബ്രേക്ക് ആകുന്നതാണ് യഥാർത്ഥത്തിൽ പാപമായി തീരുന്നത്. അതുപോലെ വിവാഹിതരായ ആളുകൾ മദ്യം കഴിക്കുന്നതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് അകന്നു പോകുന്നു, അതാണ് പാപമായി തീരുന്നത്. അതുകൊണ്ട് സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഭർത്താക്കന്മാർ മദ്യം കഴിച്ചെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരെ ബ്ലെയിം ചെയ്യരുത്, കുറ്റപ്പെടുത്തരുത്. അത് വയസ്സായിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യണം. ഇന്റലിജൻസ് വേണം നിങ്ങൾക്ക്. നിങ്ങൾ തിരുവെഴുത്ത് വായിക്കണം. അദ്ദേഹം മദ്യം കഴിച്ചെങ്കിൽ കഴിക്കട്ടെ. അപ്പൊ അദ്ദേഹം ആ മദ്യം മറ്റു സ്ഥലങ്ങളിൽ പോയി കഴിച്ചു ബോധമില്ലാതെ വീട്ടിൽ വരുന്ന അവസ്ഥ നിങ്ങൾ ഒഴിവാക്കണം. ആ റിലേഷൻഷിപ്പ് ഒരുമിച്ച് പോകാമെങ്കിൽ, ഞാൻ ആദ്യം പറഞ്ഞ എക്സാമ്പിളിലെ പോലെ, അപ്പൊ അതിനകത്ത് പുള്ളിക്കാരത്തി, ആ സ്ത്രീ എന്നോട് പിന്നെ പറഞ്ഞു, അവരൊരു സ്വപ്നം കണ്ടു, ഇയാൾ കള്ളു കുടിച്ചിട്ട് ഇങ്ങനെ വരുന്നു. ഇവിടെ കർത്താവ് പറഞ്ഞു, ചേടാ നീ ഇങ്ങനെ വീട്ടിൽ പോയിരുന്നു എല്ലാം കുടിക്കുകയോ കഴിക്കുകയോ ചെയ്യടാന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞില്ല, അവരുടെ അദ്ദേഹത്തിന്റെ മദ്യപാനമൊക്കെ മാറി ഇന്ന് വളരെ നല്ല രീതി അദ്ദേഹം ഈ കൂലിക്ക് പടം വരയ്ക്കുന്ന, മറ്റാളുകളുടെ പടം കണ്ട് വരയ്ക്കുക, അങ്ങനെ കണ്ട പരിപാടിയുണ്ട്. അതായിരുന്നു. ഇപ്പൊ അത് കൂടാതെ സ്വന്തമായി ചിത്രങ്ങൾ രചിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. വളരെ ബ്ലെസ്സിങ് ആയിട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഈ അടുത്ത കാലത്ത് എനിക്കൊരു മെസ്സേജ് അയച്ചായിരുന്നു. അപ്പൊ നമ്മൾ ആ രീതിയിൽ മനസ്സിലാക്കുക. വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അതിന് മേധ പിടിച്ചിരുന്ന കൊടി സ്നേഹമായിരുന്നു. ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് മോഡറേറ്റ് ഡ്രിങ്കിങ്, ഒക്കേഷണൽ ഡ്രിങ്കിങ്, വല്ലപ്പോഴും മദ്യപിക്കുന്ന ഒരാള് അല്ലെങ്കിൽ മിതമായിട്ട് നിയന്ത്രിത അളവിൽ മദ്യപിക്കുന്ന ഒരാള്, അതിനൊന്നും ബൈബിള് പാപമായിട്ട് പറയുന്നില്ല. ഇനി അത് പാപമാണെന്ന് ഏതെങ്കിലും പരീശനോ മതഭക്തനോ തെളിയിക്കാനുണ്ടെങ്കിൽ ഒരു സമ്മതത്തിനൊന്നും ഞാനില്ല, വേണേൽ ചർച്ച ചെയ്യാം. സൗമ്യമായിട്ട് സ്നേഹമായിട്ട് ചർച്ച ചെയ്യണമെങ്കിൽ വന്നാൽ ചർച്ച ചെയ്യാം. ബൈബിൾ അങ്ങനെ പറയുന്നില്ല, ദൈവം അങ്ങനെ പറയുന്നില്ല. യേശുക്രിസ്തു ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു മദ്യപാനെയും വിടുവിച്ചിട്ടില്ല. കാരണം അങ്ങനെ ഒരു വിഷയം വേദപുസ്തകം പഠിപ്പിക്കുന്നില്ല. അപ്പൊ വേദപുസ്തകം പഠിപ്പിക്കാത്തൊരു വിഷയം നമ്മുടെ നാട്ടിലെ ഒരു തിന്മയാണെന്നും നമ്മുടെ നാട്ടിലെ അനേക കുടുംബങ്ങളെ ബാധിക്കുന്ന ഒരു സാമൂഹിക തിന്മയാണെന്നും കണ്ടിട്ട് പെട്ടെന്ന് അതേ കയറി പിടിച്ചു. കാരണം അത് പിടിച്ചു കഴിഞ്ഞാൽ ആളുകളുടെ ബാഡ് ഇൻഫ്ലുവൻസ് കൊണ്ടുവരാൻ പറ്റും. അതായത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ആരാധിച്ചിരുന്ന സത്യവിശ്വാസികളെ യേശുനാമ ദുരുപദേശത്തിലേക്ക് കൊണ്ടുപോകാൻ അവന്റെ കുടുംബത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായ മദ്യപാനം എടുത്തുയർത്തിയിട്ട് ആ സോഷ്യൽ വിഷയമാണ്. ഒരിക്കലും ഉപദേശം പറയത്തില്ല. ഉപദേശം എന്താന്ന് ചോദിച്ചാലും പറയത്തില്ല. എന്നിട്ട് ആ കെയർ ഓഫിൽ ഈ തിന്മപ്പെട്ട ഉപദേശത്തിലേക്ക് കൊണ്ടുപോവാണ്.
അതുകൊണ്ട് മദ്യത്തെ ഹാൻഡിൽ ചെയ്യാൻ ഈ മെസ്സേജ് കേൾക്കുന്ന നിങ്ങൾ തയ്യാറാകണം. ഞാൻ പറഞ്ഞല്ലോ, തല്ലിക്കൊല്ലുന്നല്ല ഇതിൻ്റെ ശരി, ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. ഹാൻഡിൽ ചെയ്യാൻ നിങ്ങളുടെ സന്തോഷത്തിന് ദൈവം ഒരിക്കലും എതിരല്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങൾ ബാച്ചിലേഴ്സായിട്ട്, അവിവാഹിതരായിട്ട് ചെറുപ്പക്കാരാരെങ്കിലും ഒരു പെഗ് മദ്യം കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കഴിച്ചു പോയെങ്കിൽ നിങ്ങൾ അന്നേരം ചിന്തിക്കാണ്, ഐ ആം കമ്മിറ്റിംഗ് എ സിൻ അഗനിസ്റ്റ് ഗോഡ്. വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ, ചങ്ക് പെരുമ്പറ അടിക്കുകയാണ്. അവസാനം ഇതിങ്ങനെ എടുത്തു കുട്ടിക്കുന്നതോടുകൂടെ പിശാച് പറയും, നീ ദൈവത്തിനെതിരായി പാപം ചെയ്തിരിക്കുന്നു. അതോടുകൂടെ അവൻ എന്ത് ചെയ്തു? അവൻ എന്നേക്കും ഗിൽറ്റ് കോൺഷ്യസിന് അടിമപ്പെട്ടു. അതുകൊണ്ട് ദൈവത്തിനെതിരെയാത്ത യാതൊരു ഇടപാടുമില്ല. നീ ഒരല്പം മദ്യം കഴിക്കുന്നതിലോ സന്തോഷിക്കുന്നതിലോ ദൈവം എതിരല്ല. നീ രാവിലെ പള്ളിയിൽ പോകാൻ നോക്ക്. ശനിയാഴ്ച വൈകിട്ട് നീ ഒരല്പം മദ്യം കഴിച്ചോ, നീ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് പള്ളിയിൽ പോവും. അവിടെ ചെന്ന് ഏറ്റവും മുമ്പിൽ നിന്നിട്ട് ഏറ്റവും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുക. കാരണം എനിക്ക് ഈ നന്മകളെല്ലാം തന്നു, എനിക്ക് നല്ല ജോലി തന്നു, എനിക്ക് പണം തന്നു, ആരോഗ്യം തന്നു, ആഹാരം തന്നു, എനിക്ക് സന്തോഷം തന്നു. ദൈവമേ, നീ എത്ര വലിയവൻ, നിനക്ക് സ്തുതി. നീ ദൈവത്തെ സ്തുതിക്ക്. ദൈവം നിനക്ക് തന്നതാണ്. അല്ലാതെ ഈ ഗിൽറ്റ് കോൺഷ്യസ് വെച്ച് ഒരിക്കലും നടക്കരുത്. ഇനി നിനക്കൊരല്പം മദ്യം കഴിക്കാൻ സാഹചര്യമുണ്ടായിരുന്നു, പക്ഷെ നീ ദൈവം പിടിക്കുമല്ലോ എന്ന് ഓർത്ത് പേടിച്ച് ആ മദ്യം കഴിക്കാതെ ബലം പിടിച്ചു പോന്നു. അങ്ങനെ 2-3 പ്രാവശ്യമായി കഴിയുമ്പോൾ നിനക്ക് ദൈവത്തോട് തന്നെ വെറുപ്പ് തോന്നുകയാണ്. കാരണം ഒരു നന്മയും അനുവദിക്കാത്ത അത് നിങ്ങൾ ചെയ്യരുത്. കാരണം ദൈവം അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. ദൈവം നിനക്ക് സ്വാതന്ത്ര്യം തന്നിരിക്കുന്നു, സ്നേഹം തന്നിരിക്കുന്നു. ദൈവം നിന്റെ സന്തോഷത്തിൽ കൂടെ നിന്നോട് സന്തോഷിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ മാറണം. ഇതെല്ലാം മതവും സമൂഹവും അടിച്ചേൽപ്പിച്ചിരിക്കുന്നതാണ്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോഡറേറ്റ് ഡ്രിങ്കിങ്, ഒക്കേഷണൽ ഡ്രിങ്കിങ്, പിന്നെ ഡ്രിങ്കിങ് ഇൻ കണക്ഷൻ വിത്ത് സെലിബ്രേഷൻസ്, ആഘോഷങ്ങൾ വരുമ്പം മദ്യപിക്കുന്നത്. ഇപ്പൊ PUP വാർഷികമാണ്, നിങ്ങൾ രഹസ്യത്തിലിരുന്ന് അല്പം കുടിച്ചു, ഞാൻ അറിഞ്ഞായിരുന്നു അങ്ങനെ കുടിച്ചെന്ന്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ അതിൽ അല്ല ചിന്തിക്കുന്നത്. അടുത്തൊരു വാക്യം വായിക്കാം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 23-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 14-ാം അധ്യായം 23-ാം വാക്യം. ആണ്ടുതോറും നിലത്ത് വിതച്ചുണ്ടാക്കുന്ന എല്ലാ വിളവിലും ദശാംശം എടുത്തു വയ്ക്കണം. നിന്റെ ദൈവമായ യഹോവയെ എല്ലായ്പ്പോഴും ഭയപ്പെടുവാൻ പഠിക്കേണ്ടതിന് നിന്റെ ദൈവമായ യഹോവ നിന്റെ നാമം സ്ഥാപിപ്പാൻ, നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് നിന്റെ ധാന്യത്തിന്റെയും വീഞ്ഞിന്റെയും എണ്ണയുടെയും ദശാംശവും നിന്റെ ആടുമാടുകളുടെ കടിഞ്ഞൂലുകളുടെയും അവന്റെ സന്നിധിയിൽ വെച്ച് തിന്നണം. നിന്റെ ദൈവമായ യഹോവ നിന്നെ അനുഗ്രഹിച്ചിരിക്കുമ്പോൾ നിന്റെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിപ്പാൻ തിരഞ്ഞെടുക്കുന്ന സ്ഥലം വളരെ അകലെയും അത് കൊണ്ടുപോകുവാൻ കഴിയാതെ വണ്ണം വഴി അതിദൂരവുമായിരുന്നാൽ അത് വിറ്റ് പണമാക്കി നിന്റെ കയ്യിലെടുത്ത് നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തേക്ക് പോകണം. നിന്റെ ഇഷ്ടം പോലെ ആടോ മാടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. അപ്പൊ അവിടെ വ്യക്തമായി പറയുകയാണ്, നീ എന്ത് ചെയ്യണം? നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ, എന്ന് പറഞ്ഞാൽ മട്ടൺ ആണെങ്കിൽ മട്ടൺ, ബീഫ് ആണെങ്കിൽ ബീഫ്, അത് വാങ്ങണം. വീഞ്ഞോ മദ്യമോ നീ വാങ്ങണം. നീ ആഗ്രഹിക്കുന്ന ഏതും, എനി ഫുഡ് ഓർ ബിവറേജ് നീ മേടിക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധി വെച്ച് തിന്ന് നീയും നിന്റെ കുടുംബവും സന്തോഷിക്കണം. അപ്പൊ ഇവിടെ ഏറ്റവും പ്രധാനം മദ്യപാനമല്ല പാപം. മനസ്സിലാകുന്നുണ്ടോ? മദ്യപാനമല്ല പാപം. നീ സന്തോഷിക്കുന്നല്ല പാപം. എന്താണ് പാപം? ഇവിടെ ദൈവത്തിന്റെ കൽപ്പന ഒന്ന്, യഹോവയുടെ സന്നിധിയിൽ. അപ്പൊ ദൈവത്തെ മറക്കുന്നതാണ്, ദൈവത്തിൽ നിന്നുള്ള ബന്ധം മുറിക്കുന്നതാണ് പാപം.
അവിടെയാണ് ദൈവത്തിന്റെ ഹാർട്ട് തകരുന്നത്. നിനക്ക് മാട് വേണോ മാട്, ആട് വേണോ ആട്, മദ്യം വേണോ മദ്യം, വീഞ്ഞ് വേണോ വീഞ്ഞ്, നോ പ്രോബ്ലം. പക്ഷെ നീ എവിടെ സന്തോഷിക്കണം? ദൈവസന്നിധി. അപ്പൊ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ. അടുത്തത് നീ എങ്ങനെ സന്തോഷിക്കണം? കുടുംബമായിട്ട്. ഇതാണ് ഞാൻ ആദ്യം തൊട്ട് പറഞ്ഞത്. 2 റിലേഷൻഷിപ്പാണ്. ഒന്ന് നിന്റെ കുടുംബത്തോടുള്ള റിലേഷൻഷിപ്പ്. നിന്റെ കുടുംബത്തോടുള്ള റിലേഷൻഷിപ്പ് മദ്യം നിമിത്തം അത് ബ്രേക്ക് ആകാൻ അനുവദിക്കരുത്. അത് ഈ സഹോദരിമാരും കേൾക്കണം. കാരണം എന്നോട് ഒത്തിരി സഹോദരിമാർ പറഞ്ഞു. എന്നോട് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു സഹോദരി പരാതി പറഞ്ഞതാണ്. പെന്തക്കോസ്ത് വിശ്വാസിയാ കേട്ടോ. അവർ പറഞ്ഞത് അവരുടെ ഭർത്താവ് മദ്യപിക്കുന്നു, വലിയൊരു പാവമാണ്. ഞാൻ അതുകൊണ്ട് എന്ത് പ്രശ്നം? സാമ്പത്തിക പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. കാരണം എന്നാ, അയാൾക്ക് ഭയങ്കര ബിസിനസ് ഉള്ളയാണ്. മിഡിൽ ഈസ്റ്റിൽ വലിയ ബിസിനസ് ഉണ്ട്. ആ പേരൊന്നും പറയത്തില്ല. കേരളത്തിൽ ബിസിനസ് ഉണ്ട്. ഞങ്ങൾ മദ്യപിച്ചിട്ട് വല്ലൊരു അടി ഉണ്ടാക്കിയോ? ഇല്ല. അയ്യോ അങ്ങനെയൊന്നുമില്ല, എൻ്റെ പൊന്നെ അങ്ങനെയില്ല. ഇത് എവിടെയാ വെച്ചാൽ ബെഡ്റൂമിനകത്ത് ഒരു അലമാരിക്കകത്ത് പുള്ളി ഇങ്ങനെ ഒരു 4 കുപ്പി വെച്ചിട്ടുണ്ട്. പുള്ളി കഴിഞ്ഞ ദിവസം അതിൽ നിന്ന് സ്വല്പം എടുത്തു. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം നിനക്കുണ്ടായോ? ഇല്ല. പക്ഷെ പുള്ളിയുടെ ആത്മാവ് നരകത്തിൽ പോകത്തില്ലയോ പാസ്റ്ററെ? അപ്പൊ എത്ര തെറ്റിദ്ധാരണയാന്ന് ഓർക്കണം. ആ മനുഷ്യൻ ജോലി കഴിഞ്ഞ് വന്ന് ലോകത്താർക്കും പ്രശ്നം ഉണ്ടായിട്ടില്ല. അയാള് അവിടെയും കണ്ട് ഒരു സ്വല്പം കുടിച്ചിട്ട് അവിടെ കിടന്നുറങ്ങിച്ച് രാവിലെ എഴുന്നേറ്റ് പോയി. ഇതാണ് പ്രശ്നം. അപ്പൊ ഇങ്ങനെയുള്ള വികലമായ മതചിന്തകൾ നമ്മുടെ അകത്തിരിപ്പുണ്ട്. ആ മതചിന്തകൾ മാറിപ്പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് സഹോദരിമാരും ശ്രദ്ധിക്കണം. അയാൾ അല്പം മദ്യം കഴിച്ചെന്ന് പറഞ്ഞാൽ അയാളോട് വഴക്ക് പിടിച്ചു. കുടുംബ ബന്ധം ഉലയ്ക്കരുത്. ദൈവം അതാണ് പറയുന്നത്. നീയും നിന്റെ കുടുംബവും ഞാനും. അപ്പൊ വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് മേൻ. ദൈവത്തോടുള്ള ബന്ധം ഉലയ്ക്കരുത്, മനുഷ്യനോടുള്ള ബന്ധവും ഉലയ്ക്കരുത്. നീ മദ്യപിച്ചെന്ന് വെച്ച് നിന്റെ ദൈവമായ കർത്താവിനെ നീ മറക്കരുത്. നീ കുടിക്കുന്ന ഒപ്പം നിന്റെ ഓപ്പോസിറ്റ് യേശു കർത്താവ് ഇരിപ്പുണ്ട്. മതിയടാ ജോസൂട്ടി, മതി, എഴുന്നേറ്റ് വീട്ടിൽ പോടാ എന്ന് യേശു പറയുന്നുണ്ട്. നീ ആ 3ാമത്തെ ഒഴിച്ചു കഴിയുമ്പോൾ പറയും മതിയടാ നിർത്ത്. അന്നേരം നീ പറയണം എന്നാ പിന്നെ മതി കർത്താവേ എന്നാ പോയേക്കാം. ആ റിലേഷൻഷിപ്പ് അവിടെ നിൽക്കുക. ദൈവവുമായിട്ടുള്ള ബന്ധം അവിടെ നിൽക്കുക. നിന്റെ കുടുംബവുമായിട്ടുള്ള ബന്ധം അവിടെ നിൽക്കുക. തിരുവെഴുത്ത് നിങ്ങൾ വായിച്ചില്ലേ? യഹോവയുടെ സന്നിധിയിൽ കുടുംബത്തോടൊത്ത്. അടുത്ത ഒരു വാക്യം കൂടെ ഉണ്ട്, അതുകൂടെ വായിക്കാം. ഈ 31-ാം തീയതി രാത്രി എന്നെ ക്ഷമയോടെ കണ്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പ്രത്യേക നന്ദി. ആരും കള്ളു കുടിക്കാൻ എന്നോട് കാശ് വെച്ചേക്കരുത്. അടുത്തത് അധ്യായം മറഞ്ഞുപോയി. 14-ാം അധ്യായം. അപ്പൊ അവിടെ പറയാ, നിന്റെ ഇഷ്ടം പോലെ മാടോ ആടോ വീഞ്ഞോ മദ്യമോ ഇങ്ങനെ നീ ആഗ്രഹിക്കുന്ന ഏതിനെയും ആ പണം കൊടുത്തു വാങ്ങി നിന്റെ ദൈവമായ യഹോവയുടെ സന്നിധിയിൽ വെച്ച് തിന്ന് നീ നിന്റെ കുടുംബവും സന്തോഷിക്കണം. നിന്റെ പട്ടണങ്ങളിലുള്ള ലേവ്യനെ മറന്നു കളയരുത്, അവന് നിന്നോടുകൂടെ ഓഹരിയും അവകാശവും ഇല്ലല്ലോ. അപ്പം അവിടെ പറയാണ്, നീ എന്ത് ചെയ്യരുത്? ലേവ്യനെ മറക്കരുത്, പുരോഹിതനെ മറക്കരുത്, അവനൊരു ഷെയർ കൊടുക്കണം. അപ്പൊ 3 കാര്യമാണ്. 1 ദൈവത്തോടുള്ള ബന്ധം, 2 ഫാമിലിയോടുള്ള ബന്ധം, 3 ചർച്ചിനോടുള്ള ബന്ധം. അപ്പൊ നിന്റെ ചർച്ച് ലൈഫ് നശിപ്പിക്കരുത്, നിന്റെ ഫാമിലി ലൈഫ് നശിപ്പിക്കരുത്, ദൈവത്തോടുള്ള ബന്ധം നശിപ്പിക്കരുത്. ഇത് 3ഉം ഇത് മൂലം നശിക്കാം. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു കൽപ്പന കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇതുമൂലം ഇത് 3 നശിച്ചവരുണ്ട്. അതാണ് നാശം. അപ്പൊ നീ മദ്യം കഴിക്കുന്നതല്ല നാശം, മദ്യം നിമിത്തം ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെടാം. അത് നഷ്ടപ്പെടാതിരിക്കാനാണ് ഇപ്പൊ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞത്. നീ മദ്യം കഴിക്കുന്നതിലോ വീഞ്ഞു കുടിക്കുന്നതിലോ ഒന്നും ദൈവത്തിന് ഓരോ ഒബ്ജക്ഷനും ഇല്ല. നോ ഒബ്ജക്ഷൻ. അതുകൊണ്ട് നീ അത് പാപമാണെന്ന് പറഞ്ഞ് ഏറ്റു പറയാനും നിരാശപ്പെടാനും അല്ലെങ്കിൽ ദൈവം പിണങ്ങിയെന്ന് വിചാരിക്കാനൊന്നും പോകേണ്ട ആവശ്യമില്ല. അവിടെ നിനക്ക് ക്ലീനാണ്. അതിന്ന് മനസ്സിലാക്കുക. അപ്പൊ ദൈവത്തോടുള്ള ബന്ധം നിലനിർത്തുക. അടുത്തത് ഫാമിലി. നീ മദ്യം കഴിക്കുന്ന നിമിത്തം നിന്റെ ഫാമിലിയിൽ ഇടർച്ച ഉണ്ടാകാൻ പാടില്ല. ഫാമിലിയുമായിട്ടുള്ള ബന്ധം, ഭാര്യയുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, അല്ലെ ഭർത്താവുമായിട്ടുള്ള ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, ആ ബന്ധം ഏറ്റവും സുദൃഢമായിരിക്കണം. 3 ചർച്ചുമായിട്ടുള്ള ബന്ധം. അതവിടെ എഴുതിയിട്ടുണ്ട്, ചർച്ചുമായിട്ടുള്ള ബന്ധം. അപ്പം ചർച്ചും ഫാമിലിയും ദൈവവും. അപ്പൊ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക. അപ്പൊ ആ റിലേഷൻഷിപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അല്ലാതെ
മദ്യപാനമല്ല പാപം, മദ്യമല്ല പാപം. നമ്മുടെ ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഞാൻ ഒരു അവസാന വാക്കായിട്ട് പറയാണ്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അവസാന അത്താഴ നാളിൽ പരിശുദ്ധ കുർബാന സ്ഥാപിക്കുമ്പോൾ വീഞ്ഞ് എടുത്ത് സ്തോത്രം ചൊല്ലി തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തിട്ട് പറയുകയാണ്, വാങ്ങി പാനം ചെയ്യുവീൻ, ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എൻ്റെ രക്തമാകും. അപ്പൊ ക്രിസ്ത്യാനിറ്റിയുടെ ഹാർട്ടിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഒരു പാനപാത്രം വീഞ്ഞാണ്. ഇൻ ദ വെരി ഹാർട്ട് ഓഫ് ക്രിസ്ത്യാനിറ്റി. ഇപ്പം നമ്മുടെ ക്രിസ്ത്യൻ ഫെയ്ത്തിന്റെ ഏറ്റവും സെൻട്രൽ പോയിന്റിൽ ഇരിക്കുന്നത് എന്താണ്? ഒരു പാനപാത്രം വൈനാണ്. ദൈവം വിശുദ്ധീകരിച്ചതിന് അശുദ്ധം എന്നതിൻ്റെ ആവശ്യമില്ല. ദൈവം വിശുദ്ധീകരിച്ചിരിക്കുകയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിലെ അമിത മദ്യപാനം സാമൂഹിക തിന്മയാണ്. ഇറ്റ് ഈസ് നോട്ട് എ ബിബ്ലിക്കൽ സിൻ. അത് ബൈബിളുമായിട്ടല്ല. ബൈബിളിലും അമിതമായി മദ്യപിക്കുന്നതിന് ഉള്ള കാര്യം എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ശിക്ഷയായിട്ട്. അവൻ പ്രവാസത്തിലേക്ക് പോയത് നമ്മൾ വായിച്ചു. പിന്നെ അവന് വരുന്ന വേദനകൾ അസംഖ്യമായിരിക്കുമെന്ന് വായിച്ചു. പിന്നെ ആ ന്യായപ്രമാണം അനുസരിച്ചാണ് അവനെ കല്ലെറിഞ്ഞ് കൊല്ലേണ്ടതുമാകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞുകൊണ്ട് മദ്യപാനം നല്ലതാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് മദ്യപാനികളെ എന്ന് പറഞ്ഞാൽ അഡിക്റ്റ് ആകുന്ന ആളുകളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് പ്രഖ്യാപിക്കുന്ന പുസ്തകമാണിത്. ആവർത്തന പുസ്തകം 21 അങ്ങനെ പ്രഖ്യാപിക്കുന്നത്. ആവർത്തന പുസ്തകം 21. എന്നാൽ തന്റെ റിലേഷൻഷിപ്പ് നഷ്ടപ്പെടാതെ കുടുംബവുമായിട്ടും ദൈവവുമായിട്ടും ലേവ്യനുമായിട്ടും ചേർന്ന് സന്തോഷിക്കുവാൻ 14-ാം അധ്യായത്തിൽ ദൈവം തന്നെ കൽപ്പിച്ചിരിക്കുകയാണ്. ഇതൊരിക്കലും പരസ്പര വിരുദ്ധമല്ല. ഇത് നമ്മൾ നമ്മുടെ സെൻസിൽ മനസ്സിലാക്കണം. അപ്പൊ ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതാണ്. ആ റിലേഷൻഷിപ്പ് ബ്രേക്ക് ചെയ്യുന്നതാണ് പെന്തക്കോസ്റ്റൽ ഉപദേശത്തിന്റെ ഏറ്റവും പ്രധാന തിന്മ. മദ്യപാനത്തെക്കാളും വലിയ തിന്മയാണ്. അതിന്റെ പേര് വേർപാടെന്നാണ്. വേർപാട് വിശുദ്ധി എന്ന് പറഞ്ഞ് സ്വന്തക്കാരെയും ബന്ധുക്കളെയും സ്നേഹിതരെയും എല്ലാം ബന്ധം മുറിച്ചു കളയുന്നൊരു ഉപദേശമുണ്ട്. അത് മദ്യപാനത്തെക്കാളും തിന്മയാണ്. അപ്പൊ എല്ലാറ്റിനേക്കാളും പ്രാധാന്യം റിലേഷൻഷിപ്പാണ്. അതിനാണ് ദൈവം ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ടാണ് മദ്യം കഴിക്കണമെന്ന ടെൻഡൻസി വരുന്നുണ്ടോ. നീ മദ്യമോ വീഞ്ഞോ ആടോ മാടോ ഇനി വാട്ട് എവർ യു ലൈക്ക്, നിനക്ക് ഇഷ്ടപ്പെടുന്ന എന്ത് വേണമെങ്കിലും വാങ്ങിക്കൊണ്ട് പോരെ, ഒരു കുഴപ്പമില്ല. പക്ഷേ യു മസ്റ്റ് കം വിത്ത് യുവർ ഫാമിലി ആൻഡ് യു മസ്റ്റ് റിജോയ്സ് ഇൻ മൈ പ്രസൻസ്. അതാണ് മൂത്തപുത്രന് തോന്നിയത്. മൂത്തപുത്രന് തോന്നിയെന്നതാ. അവന്റെ പാവം എന്നാന്ന് വെച്ചാൽ അവൻ കള്ളു കുടിച്ചിട്ടില്ല. ഇളയ പുത്രൻ അന്നേരം എന്ത് ചെയ്തു? ഉള്ള കാശൊക്കെ ഇങ്ങോട്ട് അപ്പ എനിക്ക് ഒന്ന് തന്നോര്. അവൻ അപ്പന്റെ സന്നിധിയിൽ നിന്ന് ദൂരെ പോയെന്നാ. ദൂരെ ഒരു സ്ഥലത്ത് പോയി വെള്ളം അടിച്ച് പൂസായതാണ്. അപ്പൊ ഇവന്റെ കൂടെ ഒരു കുപ്പി പൊട്ടിച്ച് കുടിക്കാൻ ആഗ്രഹിച്ച മനുഷ്യനാണ് ഈ പിതാവ്. അപ്പൊ അവന് അപ്പന്റെ മുമ്പിൽ നിന്ന് കുടിക്കാൻ ഇഷ്ടമില്ല. അതിന് ഇവൻ രണ്ടും കൽപ്പിച്ച് ഒരു ദിവസം ചെന്ന് പറഞ്ഞു, അപ്പാ സ്വത്തിൽ എനിക്ക് വരേണ്ടത് പങ്കിഞ്ഞ് തരണം, ഞാന് പോട്ടെ. അവനതും മേടിച്ചോണ്ട് പോയി കുടിച്ചു. മറ്റോ വീട്ടിൽ തന്നെ നിൽക്കുക. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇവന്റെ ഉള്ളി മുഴുവൻ എന്നാ ഇവൻ ഒരു കുപ്പി പൊട്ടിക്കണമെന്നുള്ള ഇവന്റെ ചിന്ത. പക്ഷെ പൊട്ടിച്ചിട്ടില്ല. വിശുദ്ധന. അവസാനം ഇളയ മകൻ തിരിച്ചു വന്നപ്പോ പറയാ, അപ്പാ ഞാൻ ഇത്ര നാളായി നിന്നെ സേവിക്കുന്നു, നീ ഇതുവരെ എന്റെ ചങ്ങാതിമാരുമായിട്ട് എനിക്കൊന്ന് സന്തോഷിക്കുവാൻ ഒരു കാളക്കുട്ടിയെ തന്നിട്ടില്ലല്ലോ. അപ്പൊ അവന്റെ സീക്രട്ട് ഡിസയർ എന്താണ്? ഒരുത്തന്നെ അത് പരസ്യമായിട്ട് നടത്തി. ഇവന്റെ ഉള്ളിൽ സെയിം ആഗ്രഹമായിരിക്കുന്നത്. ഇവന്റെ ഉള്ളിലെ ആഗ്രഹം എന്താ? ഇവൻ സപ്രസ് ചെയ്തിരിക്കുക. എനിക്ക് എന്റെ ചങ്ങാതിമാരുമായിട്ട് ആനന്ദിക്കാം. അപ്പോഴും അപ്പന് പങ്കില്ല. അപ്പൊ നമുക്കൊന്ന് സന്തോഷിക്കാം. നമുക്കൊരാടിനെ കൊല്ല, അല്ലെങ്കിൽ നമുക്കൊരു കുറച്ച് വീഞ്ഞൊക്കെ കുടിച്ചൊന്ന് സന്തോഷിക്കില്ല. അപ്പനുമായിട്ടൊരു സന്തോഷമില്ല. അപ്പൊ അപ്പനോട് ചേർന്ന് സന്തോഷിക്കാൻ പറ്റുന്നില്ല. മൂത്തവനായാലും ഇളയവനായാലും രണ്ടു കൂട്ടർക്കും അപ്പനിൽ നിന്ന് അകന്ന് സന്തോഷിക്കണം. അതാണ് ആവർത്തനം 14 പറയുന്നത്, നിങ്ങൾ യഹോവയുടെ സന്നിധിയിൽ സന്തോഷിപ്പീൻ. നിങ്ങൾ വീഞ്ഞു കുടിച്ചോ പ്രശ്നമില്ല, നിങ്ങൾ മദ്യം കഴിച്ചോ പ്രശ്നമില്ല, ദൈവത്തിന് പ്രശ്നമല്ല. പക്ഷെ ദൈവത്തോടുള്ള ദൈവത്തിന്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നത് നീ ദൈവത്തിൽ നിന്ന് മറഞ്ഞിരുന്ന് ഇത് കുടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ദൈവസന്നിധിയെ കുടിക്കുക. അതാണ് പൗലൂസ് എഴുതി വെച്ചത്, വാട്ട് എവർ യു ഡു ഡ്രിങ്ക് ഓർ ഈറ്റ്. 1 കൊരിന്ത്യർ 10:31. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും ദൈവത്തിന്റെ മഹത്വത്തിനായി ചെയ്യും.
ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകുന്നു. സ്തോത്രത്തോടെ അനുഭവിക്കുന്നെങ്കിൽ ഒന്നും വർജിക്കേണ്ടതില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ സന്ദേശം ഒരുപക്ഷെ തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ ഞാൻ എൻ്റെ പോയിന്റ് ഹൈലൈറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞത് വീഞ്ഞു കുടിക്കുന്നതിനോ മദ്യം കഴിക്കുന്നതിനോ ദൈവം എതിരല്ല. ആണെന്ന് തെളിയിക്കാമെങ്കിൽ തെളിയിക്കാം, അല്ല. 2, ദൈവം ഏറ്റവും ഊന്നൽ കൊടുക്കുന്നത് റിലേഷൻഷിപ്പ്, കുടുംബത്തോടുള്ള റിലേഷൻഷിപ്പും ദൈവത്തോടുള്ള റിലേഷൻഷിപ്പും നഷ്ടപ്പെടാതിരിക്കണം എന്നാണ് ദൈവം പറയുന്നത്. 3, മദ്യം കൊണ്ട് ബലിയർപ്പിക്കുക, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞു ജിജി അബ്രഹാം. 3, അമിത മദ്യപാനം കല്ലെറിഞ്ഞു കൊല്ലേണ്ട പാപമാണെന്നാണ് ബൈബിൾ പറയുന്നത്. ഞാൻ പറഞ്ഞില്ലെന്ന് പറയരുത്. 4, അമിത മദ്യപാന നിമിത്തമാണ് ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. യെശയ്യാ 5-ാം അധ്യായം. ഇസ്രായേൽ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നത്. മദ്യപാനിക്ക് അനവധി കഷ്ടങ്ങളും പരിഹാസവും മുറിവുകളും ഏൽക്കും എന്നും സദൃശവാക്യങ്ങൾ നമ്മൾ വായിച്ചു. ഇവിടെ ഞാൻ പറഞ്ഞത്, വല്ലപ്പോഴും കുടിച്ചു പോകുന്ന ആളുകൾ ഗിൽറ്റ് കോൺഷ്യസിൽപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ, ഇനി കുടിക്കേണ്ട ആളുകൾ കുടുംബത്തെ മറക്കാതെയും ആ കുറ്റബോധം ഉണ്ടാകാതെയും ആ ഫാമിലി റിലേഷൻഷിപ്പ് ബ്രേക്ക് ആകാതെയും മദ്യപിക്കുവാൻ ഇതാണ് പറഞ്ഞത്. പിന്നെ സുവിശേഷീകരണം എന്ന പേരിൽ മദ്യവിരുദ്ധ യാത്ര നടത്തുന്നത് അവസാനിപ്പിക്കുക. കാരണം മദ്യവും സുവിശേഷവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. മദ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടം സുവിശേഷ പ്രവർത്തനം അല്ല, അത് ദൈവിക വേലയൊന്നും അല്ല. കർത്താവായ യേശുക്രിസ്തു മദ്യപാനത്തിനെതിരായിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടില്ല, ഒരു മദ്യപാനിയും വിടുവിച്ചിട്ടുമില്ല, അങ്ങനത്തെ അത്ഭുതം നടത്തിയിട്ടുമില്ല. പിന്നെ മദ്യപാനത്തിനെതിരായിട്ട് യേശു പറഞ്ഞത് ലൂക്കോസ് 21:35 ആ കൂടെ അമിത ഭക്ഷണത്തിനെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആവർത്തനം 21-ലും ലൂക്കോസ് 21-ലും 2 അധ്യായമാണ്. ആവർത്തനം 21-ലും ലൂക്കോസ് 21-ലും മദ്യപാനത്തെയും അതിഭക്ഷണത്തെയും ഒറ്റ കാറ്റഗറി സിന്നായിട്ടാണ് എഴുതിയിരിക്കുന്നത്. സെയിം കാറ്റഗറിയാണ്. അതുകൊണ്ട് അമിത ഭക്ഷണം ഉള്ള ഒരാൾക്കും മദ്യപാനത്തിനെതിരായിട്ട് പറയാനോ മദ്യപനെ വിധിക്കാനോ അധികാരമില്ല. അതുകൊണ്ട് ബിബ്ലിക്കൽ വ്യൂവിലാണ് നിങ്ങൾ കാണുന്നെങ്കിൽ വെള്ളമടിച്ച് പൂസായി ഇങ്ങനെ ആടി നമ്മുടെ ആ ബസ് സ്റ്റാൻഡിന്റെ തൂണേൽ പിടിച്ച് നിൽക്കുന്ന ഒരു കുടിയനും ഒരു കറുത്ത വേദപുസ്തകവുമായിട്ട് ഒരു മുഴുത്ത കുടവേറുമായിട്ട് ഇപ്പറ നിൽക്കുന്ന ഉപദേശിയും സ്വർഗത്തിന്റെ കണ്ണിൽ ഒരുപോലെയാണ്. ഒരുത്തൻ മദ്യപാനിയും മറ്റവൻ അതിഭക്ഷകനുമാണ്. സെയിമാണ്. സെയിമാണ്. ഞാൻ പിന്നെയും പറയാം, വെള്ളം അടിച്ച് നിലതെറ്റി കാല് നിലത്തുറയ്ക്കാതെ തൂണെ പിടിച്ച് ബസ് സ്റ്റാൻഡിന്റെ സൈഡിൽ മുണ്ടിങ്ങനെ കക്ഷത്തി വെച്ച് നിൽക്കുന്ന കുടിയനുണ്ടല്ലോ, ആ കുടിയനും വലിയ കുടവേറുമായിട്ട് കറുത്ത വേദൂസമായിട്ട് വെളുത്ത ചുപ്പായിട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ഉപദേശിയും സ്വർഗം നോക്കുമ്പം രണ്ടും ഒരുപോലെയാണ്. രണ്ടുപേരും കല്ലെറിഞ്ഞ് കൊല്ലപ്പെടേണ്ട പാപമാണ് ചെയ്തിരിക്കുന്നത്. ന്യായപ്രമാണത്തിൽ ഞാൻ പറഞ്ഞത് നമ്മൾ കൃപയിലായതുകൊണ്ട് കല്ലേറൊന്നുമില്ല, പക്ഷെ നമ്മൾ രണ്ടുപേരും ഗ്രേഷ്യസ് ആയിട്ട് കാണും. മറ്റൊരാളെ കാണും, ഓ പ്രൈസ് ലോർഡ് പാസ്റ്റർ, പ്രൈസ് ലോർഡ്, സ്വത്ര ഭാവി നിൽക്കുന്നു, ഭാവി കുടിയെന്നോ. രണ്ടും സെയിമാണ്. രണ്ടും ട്രീറ്റ് ചെയ്യേണ്ട കേസാണ്. മറ്റവനെ ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോകണം, ഇയാളെ ഒബിസിറ്റി ക്ലിനിക്കിൽ കൊണ്ടുപോകണം. രണ്ടും ട്രീറ്റ് ചെയ്യേണ്ടതാണ്. ഇതാണ് വേദപുസ്തകത്തിന്റെ സ്റ്റാൻഡ്. ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് പറഞ്ഞത്. അതുകൊണ്ട് വല്ലപ്പോഴും ഒരല്പം മദ്യം കഴിച്ചെന്ന് വെച്ചോ, അല്ലെങ്കിൽ മോഡറേറ്റ് ആയിട്ട് പതിവായിട്ട് മദ്യം കഴിച്ചെന്ന് വെച്ചോ, ദൈവം നിന്നോട് ഇടറുന്നില്ല. നീ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത് നിന്റെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസ് നീ നോക്കുക, കുടുംബത്തിന്റെ പ്രശ്നം നോക്കുക. ഇതല്ലാതെ ദൈവത്തിന് ഈ കാര്യത്തിൽ പിണക്കമില്ല. ദൈവം മനുഷ്യന്റെ ഒരു സന്തോഷത്തിനും എതിരല്ല. ദൈവം മനുഷ്യന്റെ ഒരു സന്തോഷത്തിനും എതിരല്ല. നിനക്ക് മദ്യപിക്കണമെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് ഇരുന്ന് കുടിക്കുക. ഞാൻ എല്ലാവർക്കും അവർക്കൊക്കെ കൊടുത്ത ഉപദേശമാണ്. അതുകൊണ്ട് മദ്യം കഴിക്കാതിരിക്കും നല്ലത്. പക്ഷേ കർത്താവായ യേശുക്രിസ്തു ആ വെള്ളം വീഞ്ഞാക്കിയത് വീട്ടുമുറ്റത്ത് വെച്ചാ, അല്ലാതെ പൊന്തക്കാട്ടിൽ പോയിരുന്നല്ല. പൊന്തക്കാട്ടിൽ പോയിരുന്നു
ടോയ്ലറ്റിൻ്റെ മറവിലിരുന്നും ഒക്കെ ആളുകൾ മദ്യപിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതിനെക്കുറിച്ചുള്ള നമ്മുടെ ആ മനോഭാവം മാറിപ്പോയി. ആ മനോഭാവം മാറിയിട്ടൊരു ഹെൽത്തി ആറ്റിറ്റ്യൂഡ്, നമ്മളൊരു ആരോഗ്യപരമായ സമീപനം, ആഹാരം പോലെ തന്നെയാണ് മദ്യവും. അങ്ങനെയാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. രണ്ടും അമിതമായാൽ പാപമാണ്, രണ്ടും അമിതമായാൽ കല്ലെറിഞ്ഞു കൊല്ലേണ്ട വിഷയമാണ്. അതുകൊണ്ട് അമിതമായി പോകാതെ മോഡറേറ്റായിട്ട് ഇരിക്കണം. അതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. ബാക്കിയെല്ലാം വഞ്ചനയാണ്. കാരണം ഈ സമയത്ത് കാർഡിറക്കി ആളെ പിടിക്കാനും ഒക്കെ ശ്രമിക്കുന്നതാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മനസാക്ഷി ആ രീതിയിൽ ഉണരണം. ആഹാര സംസ്കാരത്തിൻ്റെ ഭാഗമായി മദ്യം മാറട്ടെ. മദ്യത്തെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ പോലെ പണ്ടൊക്കെ പാമ്പിനെ തല്ലിക്കൊല്ലുമായിരുന്നു. വാവ സുരേഷ് വന്നപ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഇതിനെ ഹാൻഡിൽ ചെയ്യുവാൻ നമ്മൾക്ക് സാധിക്കണം. ഇതെന്നോട് ഒത്തിരി പേര് ചോദിച്ചു. കാരണം ഒരുപാട് ഈ നാളുകളിൽ നേരത്തെ പെന്തക്കോസ്തുകാർക്ക് ഒരു വിഷയമല്ലായിരുന്നു. ഇതിപ്പോൾ ആരും പറയത്തൊന്നുമില്ല പുറത്ത്. പക്ഷെ എനിക്ക് രഹസ്യത്തിൽ എന്നോട് ഒത്തിരി ആളുകൾ പറഞ്ഞു. എല്ലാം തെളിവ് സഹിതം എൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിച്ചുകൊണ്ടാണ് ഈ കാര്യം പറഞ്ഞത്. ഒരാളെയും ഡൗൺ ലുക്ക് ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ഒരാളെയും താഴ്ത്തി കെട്ടുവാൻ നമുക്ക് അവകാശമില്ല. നിങ്ങൾ അല്പം മദ്യം കഴിച്ചുപോയി എന്നതുകൊണ്ട് ദൈവം നിങ്ങളോട് പിണങ്ങി എന്ന് വിചാരിക്കാതെ നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തോട് ചേർന്ന് നടക്കുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. കാരണം കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. സന്തോഷിക്കുന്നവരുടെ കൂടെ അല്ല, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. തോമസ് പുന്നൂസ്, ഷാജി മാത്യു, ഹാപ്പി ന്യൂ ഇയർ, ജിജി എബ്രഹാം, ജോൺസൺ വർഗീസ്. ഞാൻ ഈ പറഞ്ഞ മെസ്സേജ് പാസ്റ്റർമാർക്ക് വേണ്ടി, റെൻപോൾ പാസ്റ്റർമാർക്ക് വേണ്ടി കൂടിയാണ്. നിങ്ങളുടെ സഭയിൽ മദ്യം കഴിക്കുന്ന ഒരാളുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ, മിക്കവാറും കാണും, അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങളത് ഹാൻഡിൽ ചെയ്യേണ്ട. അയാളെ ഒരു പാപിയായിട്ടും അന്നേരം പറയണം, തോമാച്ചാ മദ്യപാനി ദൈവരാജ അവകാശമാക്കാൻ നീ കേട്ടിട്ടുണ്ടല്ലോ, നീ അങ്ങനെയല്ലത്. ആ ആറ്റിറ്റ്യൂഡ് അയാളെ സഭയിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാനേ, എന്നേക്കുമായിട്ട് ദൈവത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടു പോകാനേ ഉതകത്തും. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ ഒരിക്കലും പറയരുത്. അയാൾ മദ്യപിക്കുന്നെങ്കിൽ മദ്യപിക്കട്ടെ, നീ ചർച്ചിൽ വരാൻ പറയുക. അയാളോട് ഒരിക്കലും ഒരു രണ്ടാം കിട പൗരൻ എന്നുള്ള രീതിയിൽ കർത്തൃമേശ നകറ്റിയിരുത്തുക എന്ന് ചെന്നില്ല. കർത്തൃമേശക്കകത്ത് വീഞ്ഞായിരിക്കുന്നത്. പെന്തക്കോസ്തിലെ കർത്തൃമേശ വീഞ്ഞല്ല, അവര് മറ്റ് എന്തൊക്കെ വെള്ളങ്ങളാണ് വെക്കുന്നത്. പക്ഷെ ഒറിജിനൽ കർത്താവ് സ്ഥാപിച്ച കർത്തൃമേശയിൽ ലഹരിയുള്ള വീഞ്ഞാണ് ഇരിക്കുന്നത്, അതിന്റെ സെന്ററിൽ വെച്ചിരിക്കുന്നത്. ഇവന് ചില മദ്യം കഴിച്ചെന്ന് വെച്ചാൽ അതിൽ നിന്ന് അകറ്റുന്നു. അപ്പൊ അത് അങ്ങനത്തെ അബദ്ധങ്ങൾ ചെയ്യാതെ സ്നേഹത്തോടെ അവരെ കൂട്ടി നിർത്തുക. ആ റിലേഷൻഷിപ്പിൽ അവർ ഹീലാവും. ഈ അമിതമായ മദ്യപാനമൊക്കെ വന്നിരിക്കുന്നത് എന്തെങ്കിലും വൈകാരിക മുറിവുകളൊക്കെ ഉണ്ടായിട്ടായിരിക്കും. അപ്പം അതെല്ലാം റിലേഷൻഷിപ്പിലൂടെ മാത്രമേ ഹീലാകത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താവ് മദ്യപിക്കുന്നുണ്ടെങ്കിൽ ഭാര്യമാർ അതെന്താ ചങ്കരട്ടിടിച്ച് കരയുക, അല്ലെങ്കിൽ പിണങ്ങുക, വഴക്കൊടിക്കുക, ആ രീതിയിലും പോകരുത്. അവിടെയും റിലേഷൻഷിപ്പ് ഉണ്ടാകട്ടെ, സ്നേഹം കൊണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ ഉദാഹരണത്തിൽ അയാളുടെ മദ്യപാനം അവസാനിപ്പിച്ച ആള്. അപ്പം ഞാൻ ഈ ഇന്നാൾ വിളിച്ചവൻ പറഞ്ഞു ഭാര്യ ചോദിച്ചിട്ടും അയാൾക്ക് വേണ്ടെന്നാണ് പറയുന്നത്. അപ്പം അതുകൊണ്ട് അത് ഹീലാകട്ടെ. അപ്പം റിലേഷൻഷിപ്പ് എല്ലാത്തിനെയും ഹീലാക്കും. അത് ദൈവവുമായിട്ടുള്ള റിലേഷൻഷിപ്പും മനുഷ്യരുമായിട്ടുള്ള റിലേഷൻഷിപ്പും. അപ്പം അങ്ങനെ ഒരു ഹീലിംഗിലേക്ക് വരട്ടെ. റിലേഷൻഷിപ്പ് എല്ലാം റിസ്റ്റോർ ആവട്ടെ. ദൈവം സന്തോഷിക്കുന്ന അതിലാണ്. നമുക്ക് ദൈവത്തെ സന്തോഷിപ്പിക്കാം. ഞാൻ പിന്നെയും പറയുന്നു, വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ് ആൻഡ് ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് വിത്ത് മേൻ. രണ്ട് റിലേഷൻഷിപ്പും ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുമ്പോൾ അതൊരു ക്രോസ് ആണ്. ആ ക്രോസ് ആണ് നമ്മൾ ഡെയിലി ക്യാരി ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഓരോരുത്തരും തന്നെത്താൻ ത്യജിച്ച് അനുദിനം കുരിശെടുത്തുകൊണ്ട്, അനുദിനം കുരിശെന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ദൈവത്തോടുള്ള ബന്ധത്തിലും മനുഷ്യരോടുള്ള ബന്ധത്തിലും ആ ബന്ധങ്ങൾ ഉടയാതെ ആ ബന്ധങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുവാൻ നിങ്ങളെ സഹായിക്കട്ടെ. ലെറ്റ് us love everyone. Let us love our God with all our heart, all our strength, all our spirit. നമ്മുടെ മുഴുവൻ ആത്മാവോടെ, മുഴുവൻ ബലത്തോടെ, മുഴുവൻ ശക്തിയോടെ, മുഴുവൻ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കാൻ, ഹോൾ ഹാർട്ടഡ്ലി ദൈവത്തെ സ്നേഹിക്കാൻ. പ്രത്യേകിച്ച് മദ്യപന്മാർക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയട്ടെ. നിങ്ങളെ കർത്താവ് സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾക്കും സ്നേഹിക്കാം. ഞാൻ കൂടുതൽ നിർത്തിയിട്ട് പ്രാർത്ഥനയ്ക്ക് വരാൻ പാസ്റ്ററെ എന്നല്ല, നീ കുടിച്ചോ, നിനക്ക് പ്രാർത്ഥനയ്ക്ക് വരാം. ഈ മദ്യപാനം നിർത്തിയിട്ട് ഞാനൊക്കെ കൊള്ളരുതാത്തവനാണ്, ആ ചിന്ത മാറിപ്പോകട്ടെ. കർത്താവ് നിങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് നിങ്ങൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർത്താവിനെ സ്തുതിക്കാൻ സാധിക്കും, കർത്താവിനെ സ്നേഹിക്കാൻ സാധിക്കും, കർത്താവിനെ ആരാധിക്കാൻ സാധിക്കും. നിങ്ങൾ ഒരിക്കലും അശുദ്ധരല്ല. ആ ബോധ്യം നിങ്ങളെ ഭരിക്കട്ടെ. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുക. നീ 2 പക്കോ 3 പക്കോ ആയിരിക്കും അടിച്ചിരിക്കുന്നത്. 3 ബിരിയാണി ഒറ്റയടിക്ക്
തിന്നച്ച് വന്നിരിക്കുന്ന പാസ്റ്ററായിരിക്കും നിന്നെ ഉപദേശിക്കും. നീ ചിന്തിക്കുന്ന അവൻ നിന്നേക്കാൾ ദൈവസന്നിധി അല്ല, അവൻ നിന്നേക്കാൾ ആദ്യം കല്ലെറിയപ്പെടേണ്ട വ്യക്തിയാണ്. അതുകൊണ്ട് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടയ്ക്കുന്നു. തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടയ്ക്കുന്നു. റോമാലേഖനം 11 പറയാ, തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൻ കീഴ് അടയ്ക്കുന്നു. നല്ല വെള്ള ജൂബായിട്ട് സ്വോത്രം എന്ന് പറഞ്ഞു വന്ന് ഉപദേശി വിചാരിച്ചത് അവൻ നീറ്റാണെന്നാണ്. പക്ഷെ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ട പാപമാണെന്ന് നമ്മൾ കേട്ടു. അതുകൊണ്ട് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴ് അടയ്ക്കുന്നു. റോമാലേഖനം 11 ദൈവം എല്ലാവരോടും കരുണ ചെയ്യേണ്ടതിന് എല്ലാവരെയും അനുസരണക്കേടിൽ അടച്ചു കളഞ്ഞു. അതുകൊണ്ട് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴ് അടയ്ക്കുന്നു. തിരുവെഴുത്തിന്റെ ശരിയായ വായനയും ശരിയായ വ്യാഖ്യാനവുമാണെങ്കിൽ വി ഓൾ ആർ അണ്ടർ സിൻ. We all are under disobedience. No difference. All have sinned and come short of glory. All have sinned and come short of glory. നാം എല്ലാവരും ഒരുപോലെ പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നിരിക്കുന്നു. നോ ഡിഫറൻസ്. നിങ്ങളിപ്പോൾ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഒരു ദയവായി ഒന്ന് സ്വന്തമായിട്ട് അവിടെ ഇരിക്കുന്നിടത്ത് ഇരുന്ന് പറ, നോ ഡിഫറൻസ്, നോ ഡിഫറൻസ്, നോ ഡിഫറൻസ്. ആ മദ്യപാനി ഉണ്ടല്ലോ, അവനും ഞാനും ഒരുപോലെ. വി ഓൾ ആർ ഇൻ നീഡ് ഓഫ് ഹിസ് ഗ്രേസ്, ഹിസ് മേഴ്സി. അവന്റെ കൃപയും അവന്റെ കരുണയും നമുക്കെല്ലാം ഒരുപോലെ ആവശ്യമാണ്. ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ us. നിന്റെ സന്തോഷത്തിൽ ദൈവം നിന്നോടുകൂടെ സന്തോഷിക്കുന്നവർ സന്തോഷിക്കുക. കേൾക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. വിഷ് യു ഓൾ എ വെരി ബ്ലസ്സഡ് ന്യൂ ഇയർ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതുവർഷം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു.